യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ, യേശുവേ യേശുവേ യേശുവേ. ഹായ്, ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ത്രേസ്യമ്മ സിസ്റ്റർ ഹായ്, ഹലോ. മോൻസി ജോർജ്, സോളി സിസ്റ്റർ പ്രൈസ് ലോട്ട്. ശാന്ത ഡേവിസ് താങ്ക്സ് ഫോർ ജോയിനിങ്. സോളി സിസ്റ്റർ ഹായ്, പ്രൈസ് ലോട്ട്, പ്രൈസ് ലോട്ട്. നിമ്മി ബിനോയ് ഹായ്, ഹല്ലേലൂയ, താങ്ക് യു, വണ്ടർഫുൾ ലോർഡ് ജീസസ്. ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. വേഗം തന്നെ നിങ്ങൾ ശുശ്രൂഷ ഷെയർ ചെയ്താട്ടെ. ആഷ സിസ്റ്റർ പ്രൈസ് ലോട്ട് ഹായ്. ആഷ സിസ്റ്റർ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ടെസി സിസ്റ്റർ പ്രൈസ് ലോട്ട്. നിമ്മി ബിനോയ് പ്രൈസ് ലോട്ട്, ഹല്ലേലൂയ. ജോയിൻ ചെയ്യുന്നവർ വേഗം ശുശ്രൂഷ ഷെയർ ചെയ്യണമേ. ഡൊമിനിക് ബ്രദർ പ്രൈസ് ലോട്ട്, പ്രൈസ് ലോട്ട്. ലിസി സിസ്റ്റർ പ്രൈസ് ലോട്ട് ഹായ്, താങ്ക്സ് ഫോർ ജോയിനിങ്. ഷാൻഡി സിസ്റ്റർ പ്രൈസ് ലോട്ട്. ബിനു കെ മാത്യു പ്രൈസ് ലോട്ട്. ഡാർലി ഹായ് സിസ്റ്റർ ഡാർലി, ആമേൻ, പ്രൈസ് ലോട്ട്. ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ശുശ്രൂഷ ഷെയർ ചെയ്യണം. വളരെ പ്രത്യേകിച്ച് കർത്താവിനോട് സംസാരിച്ച ഒരു സബ്ജക്റ്റാണിത്. ഹോളി സ്പിരിറ്റ് വി താങ്ക് യു. യേശുവേ, ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിനു കെ മാത്യു ഹായ്. ബിനു ബ്രദർ പ്രൈസ് ലോട്ട്. വിനീത ഹായ്, പ്രൈസ് ലോട്ട്. ഷീബ സിസ്റ്റർ പ്രൈസ് ലോട്ട്. എബ്രഹാം ആന്റണി, ബിജു ചാക്കോ ഹായ്. ഹലോ ഷാൻഡി സിസ്റ്റർ പ്രൈസ് ലോട്ട്. ജോയിൻ ചെയ്യുന്നവർ വേഗം ശുശ്രൂഷ ഷെയർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളും ഷെയർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളിലുമൊക്കെ ഷെയർ ചെയ്യണമേ. ഹല്ലേലൂയ. ഷീബ സിസ്റ്റർ പ്രൈസ് ലോട്ട്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ, യേശുവേ. ജോയിൻ. ഹലോ ഹെൻറി ബ്രദർ, ഹെൻറി ബ്രദർ പ്രൈസ് ലോട്ട്. ഹെൻറി ബ്രദർ പ്രൈസ് ലോട്ട്, ഹല്ലേലൂയ, പ്രൈസ് ലോട്ട്. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ. നിങ്ങൾക്കറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഇന്ന്. പ്രത്യേകിച്ച് അജിത് ബ്രദർ പ്രൈസ് ലോട്ട്. അജിത് ബ്രദർ. തോമസ്, ഹലോ തോമസ് ബ്രദർ പ്രൈസ് ലോട്ട്. തോമസ് ബ്രദർ. ഓമന സിസ്റ്റർ പ്രൈസ് ലോട്ട്. ഓമന സിസ്റ്റർ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അജിത് ബ്രദർ പ്രൈസ് ലോട്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ശുശ്രൂഷ ഷെയർ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് പ്രകാരമാണ് ഈ ശുശ്രൂഷ. നിങ്ങൾക്കിതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഫൈനാൻഷ്യൽ മേഖലയിലുള്ള ബ്ലെസ്സിങ് ആണ്. ഹെൻറി ബ്രദർ, ഹെൻറി പൗലോസ് ബ്രദർ, ഞാൻ ഇന്ന് ബ്രദറിന് വേണ്ടി അല്പനേരം പ്രാർത്ഥിച്ചിരുന്നു. ബ്രദറിൻ്റെ വിഷയങ്ങളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. ഇന്ന് നേരത്തെ ഒരു 2 മണിക്കൂർ മുമ്പ് ഞാനത് ബ്രദറിന് വേണ്ടി, ഹെൻറി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. ഹല്ലേലൂയ, താങ്ക് യു, വണ്ടർഫുൾ ലോർഡ് ജീസസ്. യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും ശുശ്രൂഷ ഷെയർ ചെയ്യണം. ഇന്ന് ഫൈനാൻഷ്യൽ മേഖലയിലുള്ള ഡെലിവറൻസിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒത്തിരി പേര് ഇന്ന് രാവിലെ ഞാൻ 10 മണിക്ക്, ഇവിടുത്തെ സമയം ഒരു 9:10 ആകുമ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇന്ന് ഫേസ്ബുക്ക് ലൈവിൽ സംസാരിക്കേണ്ടത് എന്ന് ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് പറഞ്ഞൊരു സംഭവമാണ് ഫൈനാൻഷ്യൽ കേഴ്സസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബോണ്ടേജസിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോയിരുന്നു. ശൈലജ സിസ്റ്റർ പ്രൈസ് ലോർഡ്. ഹലോ ശൈലജ സിസ്റ്റർ. എനിക്ക് തോന്നുന്ന കഴിഞ്ഞ 1-2 സർവീസുകൾ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വേഗം ശുശ്രൂഷ ഷെയർ ചെയ്താട്ടെ. ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങിയാട്ടെ. ഫൈനാൻഷ്യൽ
മേഖലയിലുള്ള ബോണ്ടേജസ് അതിനെ ബ്രേക്ക് ചെയ്യുന്ന സർവീസാണ് ഇന്ന്. സാമ്പത്തിക മേഖലയിലുള്ള പൈശാചിക ബന്ധനങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സർവീസാണ് ഇന്ന്. വേഗം തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നെങ്കിൽ, മറ്റുള്ളവർക്ക് കൂടെ അത് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ശുശ്രൂഷ ഷെയർ ചെയ്താട്ടെ. വേഗം തന്നെ. ഹാലാബാല ഷംദാല. യേശുവേ എൻ ദൈവമേ, യേശുവേ. പുതുതായിട്ട് ജോയിൻ ചെയ്തവർ ഷെയർ ചെയ്യാൻ മറന്നുപോലെ ആശ സിസ്റ്റർ പ്രൈസ് ലോർഡ്. ഹാലലുയ. ആശ സിസ്റ്റർ പ്രൈസ് ലോർഡ്. ഹാലലുയ. ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് സിസ്റ്റർ. ബിജു ബ്രദർ പ്രൈസ് ലോർഡ്. ഹായ്. ഇന്ന് ഒത്തിരി പേര് എനിക്ക് ജോലി മേഖലകളെ, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട്. നിങ്ങളെല്ലാം തന്നെ ഈ ലൈവ് ശുശ്രൂഷ മുഴുവനായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഡെലിവറൻസ് കർത്താവ് തരും. ഹല്ലേലൂയ. ലാബാബ ഷക്കാലാബാല. ഹല്ലേലൂയ. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ, യേശുവേ. വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസാണ് ഇന്ന്. ഷെയർ ചെയ്യുക, പെട്ടെന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ സോളി സിസ്റ്റർ പ്രൈസ് ലോർഡ്, വിജി വർഗീസ് പ്രൈസ് ലോർഡ്, സുജ ജിജു പ്രൈസ് ലോർഡ്, വിനീത കുരുവല ഹൈ പ്രൈസ് ലോർഡ്. വേഗം നിങ്ങൾ ശുശ്രൂഷ ഷെയർ ചെയ്തായിട്ട് മറ്റുള്ളവർക്ക് ഇത് അനുഗ്രഹമാകണം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇന്നത്തെ ഈ ലൈവിലേക്ക് കടന്നു വരണം. മെയിനായിട്ട് ഒരു ഫൈനാൻഷ്യൽ മേഖലയിലുള്ള ബ്രേക്ക് ത്രൂവിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു പ്രേ. പരിശുദ്ധാത്മാവ് ഒരു കാര്യം നമ്മളോട് പറയുമ്പം എന്തെങ്കിലും കാര്യമില്ലാതെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയത്തില്ലല്ലോ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് നിങ്ങൾ ഈ ശുശ്രൂഷ വേഗം തന്നെ ഷെയർ ചെയ്താട്ടെ. ഒറ്റ മിനിറ്റിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങിക്കാട്ടെ. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ യേശുവേ യേശുവേ. ഒറ്റ മിനിറ്റോടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഒറ്റ മിനിറ്റോടെ. റീന സിസ്റ്റർ പ്രൈസ് ലോർഡ്. ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഒറ്റ മിനിറ്റോടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ വേഗം ശുശ്രൂഷ ഷെയർ ചെയ്താട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഇന്നത്തെ ശുശ്രൂഷ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് കർത്താവിനോട് ഞാൻ ഇന്ന് എന്താണ് ശുശ്രൂഷയിൽ ഇന്ന് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത്, രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഇൻസ്ട്രക്ഷനാണിത്. ഫൈനാൻഷ്യൽ മേഖലയിലുള്ള ബോണ്ടേജുകൾ, സാമ്പത്തിക മേഖലയിലുള്ള ചില ബന്ധനങ്ങൾ, പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങൾ, കേഴ്സസ്, ശാപങ്ങൾ, അപ്പം അത് ബ്രേക്ക് ചെയ്യുന്ന ശുശ്രൂഷയാണ്. അത് അനേകർക്ക് അത് പ്രയോജനപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ എബി ബ്രദർ പ്രൈസ് ലോർഡ്, എബി ബ്രദർ പ്രൈസ് ലോർഡ്, ഹായ്. അജിത് ബ്രദർ പ്രൈസ് ലോർഡ്, ഹായ്. തോമസ് ജോൺ പ്രൈസ് ലോർഡ്, ഹായ്. ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ. ഒറ്റ മിനിറ്റിനകത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. എബ്രഹാം ആന്റണി, ഹായ് പ്രൈസ് ലോർഡ്. യേശിയ, ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ് ബ്രദർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ പവർ ഓഫ് ദ ക്രോസ്. ഹല്ലേലൂയ. കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, വെഡിത്തരം അവർക്ക്. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. പക്ഷേ വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവശക്തി, പവർ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന ശക്തിയാണത്. കുരിശിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന ശക്തിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസാണ് ഇന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർവീസാണ്. സോ യെസ്, സിനി സിസ്റ്റർ, സിനി റോബിൻ, നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ബിൽസൺ, ഹായ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ ഷെയർ ചെയ്ത് സഹായിക്കണമേ. മറ്റുള്ളവർക്ക് കൂടി ഈ ശുശ്രൂഷ പ്രയോജനപ്പെടുവാൻ അത് സഹായകമാകുമല്ലോ. ഹോളി സ്പിരിറ്റ്, വി താങ്ക് യു. Holy Spirit, we thank you.
Holy Spirit, we thank you. Holy Spirit, we thank you. Holy Spirit, we thank you. Holy Spirit, we thank you. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. Thank you, wonderful Lord Jesus. Hallelujah. Thank you, Jesus. ഓക്കെ, ഐ തിങ്ക് ഒത്തിരി ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ആൾക്കാർ ജോയിൻ ചെയ്യട്ടെ. പുതിയതായിട്ട് ജോയിൻ ചെയ്തവ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ശുശ്രൂഷ, എൻ്റെ സൗണ്ട് കൂടെ ഒന്ന് നോക്കിക്കോട്ടെ, ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദയവ് നിങ്ങൾ ശുശ്രൂഷ ഷെയർ ചെയ്താട്ടെ, വേഗം തന്നെ ശുശ്രൂഷ ഷെയർ ചെയ്താട്ടെ. അത് അനേകം പേർക്ക് ഇത് അനുഗ്രഹമാകും, ഞാൻ ഷുവറായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്തെങ്കിലും കാര്യമില്ലാതെ പരിശുദ്ധാത്മാവ് അങ്ങനെ വേഗം തന്നെ ശുശ്രൂഷ. ഓക്കെ, ഐ തിങ്ക് സൗണ്ട് ഈസ് ദെയർ. Holy Spirit, we thank you. Holy Spirit, we thank you. Hallelujah. Yes. John brother, hallelujah. Amen, hallelujah. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ഇന്നത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും ആദ്യം ചിന്തിച്ചത് അതോറിറ്റിയെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതോറിറ്റി, നമ്മളതിനെക്കുറിച്ച് സംസാരിക്കും. അതോറിറ്റി, അധികാരം, ദൈവമക്കൾക്കുള്ള അധികാരം, പിശാചുക്കളെ ബന്ധിക്കാനുള്ള അധികാരം. അപ്പം അതോറിറ്റിയെക്കുറിച്ച് സംസാരിക്കണം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക രാവിലെ. അപ്പോൾ രാവിലെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഹോളി സ്പിരിറ്റിനോട് ചോദിക്കുക, അത് തന്നെയാണോ ഞാൻ ഷെയർ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഫൈനാൻഷ്യൽ മേഖലയിലുള്ള ബോണ്ടേജുകൾ, ശാപങ്ങൾ, കേഴ്സുകൾ, അതിനെ സംബന്ധിച്ച് സംസാരിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പല വ്യക്തികളെയും അതുമായി സംബന്ധിച്ച് ഇന്ന് വിടുതൽ നൽകുന്ന ദിവസമാണ്. അതുകൊണ്ട് സാമ്പത്തിക മേഖലകൾ, അതിനകത്ത് വളരെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജോലി ലഭിക്കാതെ ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് കുരുങ്ങിക്കിടക്കുന്ന ബിസിനസ്സുകളുള്ളവർ, അവരൊക്കെ ഇന്ന് വളരെ പ്രത്യേകമായിട്ട് ഇന്നത്തെ ശുശ്രൂഷയ്ക്കകത്ത് ഇന്ന് പ്രാർത്ഥിക്കണം. അതിനകത്ത് ശക്തമായിട്ടുള്ള വിടുതൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രത്യേക വിഷയം പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടേ തുടങ്ങുന്നുള്ളൂ. ഇപ്പം ജോയിൻ ചെയ്തവർ അല്ലെങ്കിൽ കഴിഞ്ഞ സർവീസുകളിലൊക്കെ ജോയിൻ ചെയ്തവർക്കറിയാം, ഞാൻ കഴിഞ്ഞ സർവീസിൽ പറഞ്ഞിരുന്നു, നമ്മൾ എല്ലാ ലൈവ് ശുശ്രൂഷയ്ക്കകത്തും നമ്മുടെ ഭവനങ്ങളിലുള്ള യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കാത്ത മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ യേശുക്രിസ്തുവിനാൽ ആത്മാവിനാൽ വീണ്ടും ജനിക്കാത്തവരായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ചിലപ്പോൾ ജീവിത പങ്കാളി, ഹസ്ബൻഡോ വൈഫോ, അവരൊന്നും ചിലപ്പോൾ ക്രിസ്ത്യാനി എന്ന പേരുണ്ടാകാം, ക്രിസ്തീയ മതത്തിനകത്തുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ അവർ പരിശുദ്ധാത്മാവിനാൽ, യേശുവിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ, യോഹന്നാൻ 3:5 പറഞ്ഞ പോലെ, ജലത്താലും ആത്മാവിനാലും ഉള്ള ഒരു വീണ്ടും ജനനം അവർ സംഭവിക്കണം എന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ. അവരുടെ റിലീജിയസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്ത്യാനിറ്റി തന്നെ ആയിരിക്കുമെങ്കിലും പക്ഷെ അവർ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവരാകണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വീണ്ടും ജനിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി നമ്മളെല്ലാ ലൈവ് ശുശ്രൂഷയ്ക്കകത്തും പ്രാർത്ഥിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ട ഇതാണ്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ ദയവേത് ശുശ്രൂഷ ഷെയർ ചെയ്യണമേ. അങ്ങനെ നമ്മൾ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശക്തമായിട്ട് പിശാച് അതിനെ റെസിസ്റ്റ് ചെയ്യും, അവൻ എതിർക്കും. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഇത് റിയൽ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇത് റിയൽ ആയിട്ടുള്ള സംഭവമാണ്. ഈ ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം പിശാചിന് കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എപ്പം മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ പിശാച് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ഒരു റെസിസ്റ്റൻസ് അവൻ കാണിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ രക്ഷിക്കപ്പെടാത്ത ഭർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ സമാധാനത്തോടു ഇരുന്ന ഭർത്താവ് എന്ത് ചെയ്യും, ആ വ്യക്തിയുടെ സാൽവേഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ശക്തമായിട്ട് ആ വ്യക്തിയിലൂടെ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് എതിർപ്പ് പ്രകടിപ്പിക്കും നിങ്ങൾക്കെതിരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഭാര്യയാണ് വീണ്ടും ജനിക്കാത്ത വ്യക്തി,
അപ്പോൾ ആ വ്യക്തി വീണ്ടും ജനിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്ന പിശാച് ശക്തമായിട്ട് ചിലപ്പോൾ ആ വ്യക്തിയിലൂടെ ഒരു റെസിസ്റ്റൻസ് ആ വിഷയത്തിനെതിരെ നിങ്ങൾക്കെതിരെ ചിലപ്പോൾ വന്നെന്നിരിക്കാം. അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ അങ്ങനെ. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ഹല്ലേലൂയ, ആ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം, അതാണ് ശരിക്കും ആ വ്യക്തിയുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ കൊടുക്കുന്ന വില. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ആ വ്യക്തികൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ വളരെ വികൃതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മളോട് സംസാരിച്ചാലും നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല. യു ഹാവ് ടു കണ്ടിന്യൂ ടു പ്രേ അണ്ടിൽ യു സീ ദ ബ്രേക്ക് ത്രൂ. അല്ലെ, നമ്മൾ വിജയം കാണുന്നത് വരെ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയുടെ അവസാനവും നമ്മൾ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മുടെ ഭവനങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കാത്ത വ്യക്തികൾ, ഹല്ലേലൂയ, വിശുദ്ധിയിലും എന്ത് പറയുന്നത് ദൈവഭയത്തിലും ഇല്ലാത്ത വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് എൻ്റെ ഉറപ്പായിട്ട് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് അതിന്റെ ഇൻസ്പിറേഷൻ തരുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ വീടുകളിൽ ഹല്ലേലൂയ ഉറപ്പായിട്ടും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ വ്യക്തികൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. രക്ഷയുടെ അനുഭവത്തിലേക്ക് വ്യക്തികൾ കടന്നു വരും. നിങ്ങൾ ഒരുമിച്ച്, ഹസ്ബൻഡും വൈഫും മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് കൈകോർത്ത് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തെ ഈ ഭൂമിയിൽ ഉയർത്തും. യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികൾ നിങ്ങൾ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിലൂടെ ചെയ്തെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളുടെ ഭാഗത്തു നിന്നോ പൈശാചികമായിട്ടുള്ള എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് വരുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ട് പിന്നോട്ട് മാറാൻ പാടില്ല. മറിച്ച് തൻകടത്തോടെ, അധികാരത്തോടെ ആ വ്യക്തിയുടെ ആത്മാക്കൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനകത്തൊരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, തുടങ്ങാം. സ്വർഗീയ പിതാവ്, ഈ നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ മണിക്കൂറിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങയുടെ പ്രിയ മക്കളെ ഒരുമിച്ച് ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്തേക്ക് അങ്ങ് കൊണ്ടുവന്നിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് പ്രകാരം സാമ്പത്തിക മേഖലയിൽ ഇന്ന് അനേകം മക്കളെ അങ്ങ് വിടുവിക്കാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഫൈനാൻഷ്യൽ ബോണ്ടേജസ്, ഫൈനാൻഷ്യൽ കേഴ്സസ്, സാമ്പത്തിക മേഖലയ്ക്കകത്തുള്ള പിശാചിന്റെ സ്വാധീനങ്ങൾ, അവന്റെ പ്രവൃത്തികൾ, ഇന്ന് അതിൽ നിന്ന് അനേകം മക്കളെ കർത്താവെ അങ്ങയുടെ നാമത്തിൽ അങ്ങ് വിടുവിക്കാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയെ ഇന്ന് അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരം ഇന്നത്തെ ശുശ്രൂഷയിൽ അങ്ങ് കാണിക്കാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. പിതാവെ, ഈ മക്കളെ എല്ലാം ഞാൻ കുടുംബത്തോടെ ഇവരുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി വിടുതൽ നൽകുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി കരയുന്ന യേശു കർത്താവിന്റെ പരിശുദ്ധ രക്തം ഈ മക്കളുടെ മേൽ ഇപ്പോൾ തളിക്കുന്നു. ഇവരുടെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും, ഇവരുടെ ജോലി മേഖലകളിൽ, ഇവരുടെ സാമ്പത്തിക മേഖലകളിലും, ഇവരുടെ കുടുംബങ്ങളിലും, മക്കളുകളിലും, തലമുറകളിലും, സകലത്തിലും യേശുവിന്റെ രക്തം ഞങ്ങൾ തളിക്കുന്നു. യേശുവിന്റെ രക്തം വീഴുന്നിടത്തെല്ലാം ഞങ്ങൾക്ക് വിജയമുണ്ടല്ലോ. അവിടെല്ലാം യേശുവിന്റെ കരം വ്യാപരിച്ചിറങ്ങുമല്ലോ. ഇന്നത്തെ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ, പിശാചിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഗ്നി അഭിഷേകം ഇപ്പോൾ തന്നെ ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് സർപ്പത്തിന്റെ വ്യാപാരങ്ങൾ വിട്ടുപോകട്ടെ. Hallelujah, hallelujah. Every spirit of snake, I rebuke you right now in the name of Jesus. Hallelujah. ഈ മക്കളുടെ ചിന്തകളെ, ഇവരുടെ ആത്മീയ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സർപ്പത്തിന്റെ വ്യാപാരങ്ങൾ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ യേശു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. I rebuke every snake spirit right now. അന്ധകാരത്തിന്റെ സ്വാധീനങ്ങൾ വിട്ടൊഴി പോകാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രകാശത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ലാബാബ ഷക്കാല ബാലബല. കുഞ്ഞുങ്ങൾക്ക് അസുഖമായിട്ടുള്ള വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾക്ക് അസുഖമായിട്ട് കഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ ഇതിനകത്ത് ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് ഇപ്പൊ എന്നെ കാണുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, സൗഖ്യം സംഭവിക്കട്ടെ ഇപ്പോൾ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ രോഗത്താൽ, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വിട്ടുമാറാത്ത അസുഖങ്ങൾ, അതുമൂലം കഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ, ചില പേരൻസ്, ചില മാതാപിതാക്കൾ ഈ ശുശ്രൂഷയ്ക്കകത്ത് ഇപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ മേൽ കൈകൾ വെക്കുക. യേശുവിന്റെ നാമത്തിൽ ഐ ഡിക്ലെയർ ആൻഡ് ഐ ഡിക്രീ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ഹെൽത്ത് ഓഫ് ദ ചിൽഡ്രൻ റൈറ്റ് നൗ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ, മക്കളുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഹല്ലേലൂയ, ആ വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു.
കൂടെ കൂടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുന്നവ അവസ്ഥയിലുള്ള ചില പേരൻസ് ഇപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഈ ശുശ്രൂഷയ്ക്കകത്ത് ഇപ്പോൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൂടെ കൂടെ അസുഖങ്ങൾ വന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോൾ എന്നെ ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യത്തെ ഞാൻ റിലീസ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വലതുകരം ആ കുഞ്ഞിന്റെ മേൽ വെച്ച് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ സെക്കൻഡിൽ തന്നെ ഹാലലി യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യത്തെ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹാലാബാല ഷംദാലാബാലാബാല ഷീരിയാലാബാലാബാല ഷക്കാലാബാലാബാല ഹാലലു. എല്ലാവരും പ്രാർത്ഥിച്ച്, അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുടെ ഒരു സൗഖ്യത്തിന് വേണ്ടി, കൊച്ചു കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി, കൂടെ കൂടെയുള്ള അസുഖങ്ങൾ, അതിൽ നിന്നുള്ളൊരു ഡെലിവറൻസ്, അതിൽ നിന്നൊരു ഹീലിംഗ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ആ കുഞ്ഞുങ്ങളെ എല്ലാം ഇപ്പോൾ പൊതിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ. രോഗത്തിന്റെ ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ യേശുവിന്റെ നാമത്തിൽ ഹാലാബാല ഷംദാലാബാലാബാല ഹാലലിയ ഹാലലിയ. I rebuke the spirit of sickness. Hallelujah. Every spirit of infirmity. Hallelujah. Every spirit of sickness, every spirit of fever. Hallelujah. In the name of Jesus, I rebuke you right now. I bind you right now. I cast you out right now. ഹാലലിയ. കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇപ്പൊ പ്രാർത്ഥിച്ച്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, മക്കളുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഹാലലിയ. അങ്ങനെയുള്ള വിഷയങ്ങളെ ഇപ്പോൾ ഉയർത്തിക്ക്. ഹാലാബാല ഷംദാലാബാല. പരിശുദ്ധാത്മാവ് അങ്ങ് സൗഖ്യം നൽകുന്നതിനായിട്ട് നന്ദി പറയുന്നു, സൗഖ്യം നൽകുന്നതിനായിട്ട് നന്ദി പറയുന്നു, സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ദ പവർ ഓഫ് ഹീലിംഗ്, ദ പവർ ഓഫ് ദ ക്രോസ്, കുരിശിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ഉടനീളം ഇപ്പൊ വ്യാപരിക്കട്ടെ. We push back the enemy right now in the name of Jesus. യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ വ്യാപാരങ്ങൾ, ലൂസിഫറിന്റെ പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ we push back right now. Hallelujah. We resist you right now in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ വ്യാപാരങ്ങൾ, അന്ധകാരത്തിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ സ്വസ്ഥത വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹാലലിയ ലാബാബ ഷക്കലാബാലാബാല ഷീരിയാലാബാലാബാല ഷംദാലാബാലാബാല. പ്രാർത്ഥിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്. ലാബാബ ഹാലലുയ 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 ഹാലലുയ. സൗഖ്യം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ലാബാബ ഹാലലുയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ വ്യാപാരങ്ങൾ, രോഗത്തിന്റെ ദുരാത്മാക്കൾ വിട്ടൊഴിഞ്ഞു പോകുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ഈ നിമിഷം. ഹല്ലേലൂയ. Lord, we praise and thank you. Jesus, we praise and thank you. Jesus, we praise and thank you. Lord, we praise and thank you. Hallelujah. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ശുശ്രൂഷയ്ക്കകത്ത് വ്യാപരിച്ചിറങ്ങുന്നതിനായിട്ട് നന്ദി പറയുന്നു. Hallelujah. The power of the Holy Spirit is moved. Hallelujah. The power of the Holy Spirit is moving right now. ഹാലലിയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ശുശ്രൂഷയ്ക്കകത്ത് ഇപ്പോൾ വ്യാപരിച്ചിറങ്ങുന്നു. ആ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ നിന്ന് കാണുന്ന സകല കുടുംബങ്ങൾ, സകല വ്യക്തികൾ ഇപ്പോൾ തന്നെ റിസീവ് ദ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് റൈറ്റ് നൗ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇപ്പോൾ നിങ്ങളുടെ നാവുകളെ സ്പർശിക്കട്ടെ, നിങ്ങളുടെ ശിരസിനെ സ്പർശിക്കട്ടെ, നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കട്ടെ. പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹാലലിയ. ഐ ക്യാൻ സീ റൈറ്റ് നൗ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ് ആർ ഹാപ്പനിങ്. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയ്ക്കകത്തെ പിശാചിന്റെ ബന്ധനങ്ങൾ, അവനിട്ട കുരുക്കുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു തുടങ്ങുന്നു. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് അത് ചെയ്യും. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചതാണ്. സാമ്പത്തിക മേഖലയ്ക്കകത്ത് വിടുതലുകൾ ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഐ ആം ഷുവർ. ഹല്ലേലൂയ. 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 ഐ ആം സ്പീക്കിംഗ് ആസ് എ സെർവന്റ് ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന രീതിയിൽ, യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിനാൽ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയ്ക്കകത്ത്, സാമ്പത്തിക മേഖലയ്ക്കകത്ത് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. The Lord Jesus Christ is going to deliver you today. Hallelujah. Lord, we praise and thank you. Thank you, Jesus. Thank you, wonderful Lord Jesus. Holy Spirit, we thank you. Holy Spirit, we thank you. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. Holy Spirit, we thank you. Hallelujah. ഹാലലൂയ. വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായിട്ടുള്ള വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, അവരുടെ രോഗത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹാലലൂയ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം നിങ്ങളുടെ കുഞ്ഞിന്റെ മേൽ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, റിലീസ് ദാറ്റ് ഹീലിംഗ് റൈറ്റ് നൗ ഇൻ ദ മൈറ്റി ആൻഡ് ഗ്ലോറിയസ് നെയിം ഓഫ് ജീസസ്. ഹാലലൂയ. താങ്ക് യു വണ്ടർഫുൾ സ്പിരിറ്റ് ഓഫ് ഗോഡ്. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. താങ്ക് യു വണ്ടർഫുൾ ഫാദർ. താങ്ക് യു ഫോർ യുവർ പവർ. താങ്ക് യു ഫോർ യുവർ ഹീലിംഗ്. ഹല്ലേലൂയ.
കുരിശിൻ്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ, കുരിശിൻ്റെ ശക്തി മാനിഫെസ്റ്റഡ് ആവട്ടെ. ഹാലാബാല ഷന്താല ബാലാബാല ഹാലലുയ ഹോളിയൻ പൈൽസിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർ ഹീലാവുന്നു. പൈൽസിൻ്റെ പ്രോബ്ലംസ്, പൈൽസ് ഹാലലുയ, പൈൽസിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർ ഹീലാവുന്നു. പൈൽസ് ഹാലലുയ. അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ച്, അങ്ങനെയുള്ള വ്യക്തികൾ പ്രാർത്ഥിച്ച്. ഹാലലുയ പൈൽസ്. താങ്ക് യു ജീസസ്. Holy Spirit, we thank you. Holy Spirit, we thank you. Hallelujah. Hallelujah. Thank you, Jesus. Holy Spirit, we thank you. Hallelujah. Thank you, Jesus. Holy Spirit. അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചേ. Hallelujah. Hallelujah. Thank you, Jesus. Yes. പൈൽസ്, പൈൽസുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയിലുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഐ റിലീസ് ദ ഹീലിംഗ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യത്തെ റിലീസ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു കേട്ടോ. ഈ ശുശ്രൂഷയ്ക്കകത്ത് ഇപ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. ഹാലലിയ. പീപ്പിൾ ആർ ബീങ് ഹീൽഡ്. പ്രാർത്ഥിച്ച്, രോഗാവസ്ഥയിലുള്ളവർ പ്രാർത്ഥിച്ച്. ഹാലലിയ. ഹോളി സ്പിരിറ്റ് ഈസ് ടച്ചിങ് മെനി പീപ്പിൾ. ഹാലലിയ. പരിശുദ്ധാത്മാവ് പല വ്യക്തികളെ സ്പർശിക്കുന്നു ഇപ്പോൾ. ഹാലലുയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം, യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം വ്യാപരിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കകത്ത് വ്യാപരിക്കുന്നു, ശുശ്രൂഷയ്ക്കകത്ത് വ്യാപരിക്കുന്നു, ശുശ്രൂഷയ്ക്കകത്ത് വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യങ്ങൾ വ്യാപരിക്കുന്നു. Hallelujah. The power of healing. Hallelujah. The power of the cross is moving right now. Hallelujah. Thank you, wonderful Jesus. Holy Spirit, we thank you. Holy Spirit. Hallelujah. Abdominal pains. Hallelujah. വയറിനകത്തുള്ള വേദനകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? വയറിനകത്തുള്ള വേദനകൾ സൗഖ്യമാകുന്നു ഇപ്പോൾ. അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നൊന്ന് കൺഫേം ചെയ്തത്. അല്ല, ചെക്ക് യുവർ ബോഡി റൈറ്റ് നൗ. അല്ലെങ്കിൽ വയറ്റിനകത്തുള്ള വേദനകൾ, വയറിനകത്തുള്ള വേദനകൾ, ഹാലലി, അത് സൗഖ്യമാകുന്നു, അത് സൗഖ്യമാകുന്നു. പ്രാർത്ഥിച്ച്, അങ്ങനെയുള്ള വ്യക്തികൾ പ്രാർത്ഥിച്ച്. പൈൽസ്, ഞാൻ ഈ ഡിക്ലെയർ ചെയ്യുന്ന മെസ്സേജുകളെല്ലാം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഫസ്റ്റ് 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ്, 4 കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇപ്പോൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇതാണ് ആ മണിക്ക് നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയം. ഇതാണ് നിങ്ങളുടെ ഡെലിവറൻസിന്റെ സമയം. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചത് കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥയിലുള്ള വ്യക്തികൾ, കുഞ്ഞുങ്ങൾക്ക് കൂടെ വിട്ടുവിട്ട് അസുഖങ്ങൾ വരുന്ന പോലുള്ള രീതികൾ, അതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ആ ഹീലിംഗിന്റെ സമയം, ഇതാണ് നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയം, ഇതാണ് നിങ്ങളുടെ ഡെലിവറൻസിന്റെ സമയം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചത് പൈൽസുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയിലിരിക്കുന്ന വ്യക്തികൾക്ക് സൗഖ്യത്തെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നു. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യത്തെ ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായി കാണിച്ചതാണ്. മൂന്നാമതായി അബ്ഡോമിനിയൽ പെയിൻസ്, വയറിനകത്തുള്ള വേദനകൾ, വയറിനകത്തുള്ള ഇഷ്യൂസുകൾ, പ്രശ്നങ്ങൾ, അതിനകത്ത് സൗഖ്യം വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമതായിട്ട് ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂകൾ, അത് സംഭവിക്കും. ഇന്നത്തെ മെസ്സേജ് അതാണ് ശരിക്കും. യെസ് ഷീബ സിസ്റ്റർ, ഐ എം പ്രേയിങ് ഫോർ യു റൈറ്റ് നൗ. അങ്ങനെ വയറിനകത്ത് വേദനയുള്ള വ്യക്തികൾ, ഇതൊക്കെ പരിശുദ്ധാത്മാവ് കാണിച്ചിരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ആ വിഷയമുള്ളവർ പ്രാർത്ഥിക്കുക. ഇപ്പോഴാണ് നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയം. നൗ ഈസ് യുവർ ടൈം ഓഫ് ഹീലിംഗ്. ഹല്ലേലൂയ. ഇതാണ് നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയം. ഇതാണ് ആ മണിക്കൂർ. നാളെയല്ല, ഇപ്പോൾ ഈ സെക്കൻഡിൽ തന്നെ ആ പരിശുദ്ധാത്മാവ് സൗഖ്യം സംഭവിക്കുന്നു. സൗഖ്യം നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. സ്റ്റൊമക് പെയിനുകൾ, ഹല്ലേലൂയ, വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സൗഖ്യമാകട്ടെ, സൗഖ്യം സംഭവിക്കട്ടെ. പൈൽസുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയിലുള്ളവർ ഹല്ലേലൂയ റിസീവ് യുവർ ഹീലിംഗ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥയിലായിരിക്കുന്നവർ റിസീവ് ദ ഹീലിംഗ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. Hallelujah. Thank you, wonderful Lord Jesus. Hallelujah. അങ്ങനെയുള്ള വ്യക്തികൾ, hallelujah. Thank you, Jesus. Hallelujah. Pray. അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. This is the time of your healing. The Holy Spirit is moving right now. Spirit of God is moving right now. The Spirit of the Almighty Father is moving right now. The Spirit of Christ is moving right now. യേശുവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കുന്നു. The power is moving right now. Check your bodies right now. Declare your healing right now. നിങ്ങളുടെ സൗഖ്യത്തെ നിങ്ങൾ പ്രഖ്യാപിക്കുക. ശരീരം ടെസ്റ്റ് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഹാലലിയ. രോഗമുള്ള സ്ഥലത്ത് കൈകൾ വെച്ച് ഇപ്പോൾ സൗഖ്യത്തെ സ്വീകരിക്കുക. The power of the Holy Spirit is moving right now. ഹാലലിയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി മൂവ് ചെയ്യുന്നു.
Hallelujah. Thank you, wonderful Spirit of God. This is the time of your healing. ഇതാണ് നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയം. ഇതാണ് നിങ്ങളുടെ വിടുതലിന്റെ മണിക്കൂർ. ഹാലലിയ. നാളെയല്ല, നാളെ കഴിഞ്ഞല്ല, ഇപ്പോൾ ഈ മണിക്കൂറിൽ, ഈ ലൈവ് ശുശ്രൂഷയ്ക്ക് ശേഷമല്ല, ഇപ്പോൾ ഈ മണിക്കൂറിനകത്ത് ഹാലലിയ, ഈ സമയത്തിൽ പരിശുദ്ധാത്മാവിന്റെ സൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങളുടെ ശരീരത്തിൽ സ്വീകരിക്കുക. പൈൽസുമായി ബന്ധപ്പെട്ട രോഗികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുമായിട്ടുള്ള രോഗാവസ്ഥയിലുള്ള വ്യക്തികളുടെ മേൽ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ മേൽ സൗഖ്യം കടന്നു വരുന്നു. Hallelujah. La baba shakala bala bala shamdala bala bala shiriala bala bala shamdala bala bala. പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ ഓരോന്ന് എടുത്തെടുത്ത് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും എടുത്തെടുത്ത് ഇപ്പോൾ പ്രാർത്ഥിച്ച് ലാ ബാബ ഷക്കാല ബാല ബാല ഷീരിയാല ബാല ബാല ഷംദാല ബാല ബാല. Holy Spirit, we thank you. Holy Spirit, we thank you. The power of the Holy Spirit move right now. The presence of the Spirit of God move right now. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. Holy Spirit, we thank you. Holy Spirit, we thank you. Thank you, wonderful Spirit of God. Hallelujah, 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 hallelujah. Thank you, Jesus. Thank you, wonderful Lord Jesus. Hallelujah, hallelujah. Thank you, Jesus. Hallelujah, hallelujah. Thank you, Jesus. Thank you, wonderful Lord Jesus. Hallelujah. യേശുവേ എൻ ദൈവമേ. ഒരു നിമിഷം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ. ഹല്ലേലൂയ. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ. എല്ലാവരും പാടിക്കേ. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ, യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ. കർത്താവ് അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇപ്പം എന്നെ കാണിക്കുന്ന ഒരു വിഷൻ ഇതാണ്. നിങ്ങൾ പൈസ ആർക്കൊക്കെയോ കൊടുത്തു, പക്ഷെ നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്തുണ്ടോ? പൈസ നിങ്ങൾ പണം ആർക്കൊക്കെയോ കൊടുത്തു, പക്ഷെ നിങ്ങൾ തിരിച്ചു കിട്ടേണ്ട സമയമായിട്ടും ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നത്തിലിരിക്കുന്ന വ്യക്തികളെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഡെലിവറി ചെയ്യുന്നു. ഹല്ലേലൂയ. അതുമായി ബന്ധപ്പെട്ട മേഖലയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. അങ്ങനെയുള്ള ആരെങ്കിലും ഈ ശുശ്രൂഷയ്ക്കകത്ത് എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ മെസ്സേജിനെ നിങ്ങൾ റിസീവ് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾ പണം ആർക്കൊക്കെയോ കടം കൊടുത്തു, അല്ലെങ്കിൽ പണം വിവിധ മേഖലക്കകത്ത് നിങ്ങൾ കൊടുത്തു, പക്ഷെ നിങ്ങൾക്ക് ആ പണം ഇപ്പോൾ തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിനകത്ത് ആരെങ്കിലും ഇപ്പോൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ആ സമയം. നിങ്ങളുടെ ലൈഫിനകത്ത്, ആ വിഷയത്തിനകത്ത് യേശു കർത്താവിന്റെ കരം വ്യാപരിക്കുന്നു. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ, യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ.
ഹല്ലേലൂയ. ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്റെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷനിലല്ല ഇത് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, പണം നിങ്ങൾ പലർക്കും കൊടുത്തു, പക്ഷെ ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെയുള്ള മേഖലയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദാറ്റ് മണി വിൽ കം ബാക്ക് ടു യു. ഹല്ലേലൂയ. ആ പണം നിങ്ങൾക്ക് തിരികെ വരും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം അത് സംഭവിക്കും. Hallelujah. I am declaring it as a servant of the Almighty God, the servant of the Lord Jesus Christ. Hallelujah. Hallelujah. ഭൂമിയിൽ കെട്ടാനും അഴിക്കാനും മത്തായി 18:18 കർത്താവ് നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർത്താവെ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവർ കടം കൊടുത്തവർ, ഇവർക്ക് പണം നൽകാനുള്ളവർ, യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ആ പണം ഇവർക്ക് തിരികെ ലഭിക്കുവാനുള്ള വഴികൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. I am declaring and decree it right now. നിങ്ങൾ നോക്കിക്കോ, ഈ ശുശ്രൂഷയ്ക്ക് ശേഷം ഹല്ലേലൂയ, നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം തന്നെ അത്ഭുതകരമായിട്ട് ആ വ്യക്തികൾ നിങ്ങളിലേക്ക് പണം തിരികെ കൊണ്ടുതരുന്ന അവസ്ഥ അതുകൊണ്ട് സംഭവിക്കും. നിങ്ങൾ എനിക്ക് ടെസ്റ്റിമണി അയക്കണം. മറന്നുപോലെ എന്റെ വാട്സാപ്പിനകത്ത് നിങ്ങൾ ടെസ്റ്റിമണി അയക്കണം. ഹല്ലേലൂയ. അതുമായി ബന്ധപ്പെട്ടുള്ള ഡെലിവറൻസുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ സെക്കൻഡിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ദ സ്പിരിറ്റ് ഓഫ് ദ ഓൾമൈറ്റി ഫാദർ, ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഡൂയിങ് ദാറ്റ് റൈറ്റ് നൗ. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ആ വിടുതൽ ചെയ്യുന്നു ഈ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഈ സെക്കൻഡിൽ തന്നെ. I am declaring the word of God. Hallelujah. ദൈവ വചനത്തെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. Whatever I am seeing right now in the realm of the spirit, whatever I am hearing from God, I am declaring that right now in the name of Jesus. Hallelujah. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ഹാലാബാല ശംതാലാബാല. Holy Spirit, we thank you. Holy Spirit, we thank you. Holy Spirit, we thank you. Hallelujah. Lord, we praise and thank you. Lord, we praise and thank you. Hallelujah. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ, യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ. പ്രാർത്ഥിച്ചെല്ലാവരും. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ. പാടിക്കെല്ലാവരും. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ നാഥനേ, യേശുവേ 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 എൻ ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ഫാദർ. കർത്താവേ, നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ മിനിറ്റുകളിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ മക്കളെ വിടുവിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന പിതാവെ അങ്ങ് തെളിയിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവൃത്തികൾ 10:38 വചനത്തെ ഞങ്ങൾ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. The Lord God has anointed Jesus Christ of Nazareth with the Holy Spirit and power, and he went on doing good, healing the sick and delivering the people who were oppressed by the devil, for God was with him. ഹല്ലേലൂയ. യേശു കർത്താവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തപ്പോൾ യേശു കർത്താവ് നടന്നു സകലർക്കും നന്മ ചെയ്തതുപോലെ, പിശാചിന്റെ അടിമത്തത്തിലുള്ളവരെ വിടുവിച്ചതുപോലെ, കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഹല്ലേലൂയ, ഹി ഈസ് ദ സെയിം ഗോഡ്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിൽ ഈ മക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് സൊല്യൂഷനുകൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, പിശാചുക്കൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ, സർപ്പത്തിന്റെ വ്യാപാരങ്ങൾ ഹല്ലേലൂയ വിട്ടൊഴിഞ്ഞു പോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് ഹല്ലേലൂയ വിട്ടൊഴിഞ്ഞു പോകട്ടെ, പിശാചിന്റെ വ്യാപാരങ്ങൾ, അന്ധകാരത്തിന്റെ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ we rebuke you right now in the mighty and glorious name of Jesus. Amen, amen, amen. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുത ഭയങ്കരമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു.
വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ദർശനങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ദർശനങ്ങളെ, നിങ്ങൾ അതുമായി ബന്ധപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കണം. ഹാലലുയ. യെസ്, ഇതെന്റെ എനിക്ക് വേണ്ടിയാണ്. ഹാലലുയ. ദിസ് ഈസ് ഫോർ മീ, ഇറ്റ് ഈസ് ഫോർ മൈ ഡെലിവറൻസ്. ഹാലലുയ. നിങ്ങൾ അത് നാളെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഡെലിവറൻസ് കിട്ടാൻ വേണ്ടിയില്ല. ഈ സമയത്ത് പരിശുദ്ധാത്മാവിന് കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. ഈ സമയത്തിനകത്ത് പരിശുദ്ധാത്മാവിന് വിടുതൽ ചെയ്യാൻ പറ്റും. ഹാലലുയ. നമ്മൾ പരിശുദ്ധാത്മാവ് എല്ലായിടത്തും വ്യാപരിക്കും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യമുണ്ട്. ഹി ക്യാൻ ഡു തിങ്സ്. ഹാലലുയ. ഹി ക്യാൻ മൂവ് പീപ്പിൾ. ഹാലലുയ. എല്ലാം പരിശുദ്ധാത്മാവിന് ചെയ്യാൻ സാധിക്കും. വേഗം തന്നെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ചില അറിവുകൾ ഉണ്ടാകണം. അതിനുശേഷം നമ്മൾ ഈ സാമ്പത്തിക മേഖലയ്ക്കകത്തുള്ള ഡെലിവറൻസ്, അതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കും. 100% ഞാൻ ഉറപ്പ് പറയാം, ഇന്ന് ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് വിടുവിക്കാൻ പോകുന്ന ശുശ്രൂഷയ്ക്കകത്ത്. Hallelujah. 100% I can confirm, because the Spirit of the Almighty Father, the Spirit of Christ has told me today. ഇന്ന് എന്നോട് സംസാരിച്ചതാണ് പരിശുദ്ധാത്മാവ്. ഫൈനാൻസ് മേഖലയ്ക്കകത്ത്, കടഭാരത്തിനകത്ത്, പോവർട്ടിക്കകത്ത്, ഹാലലൂയ, കടബാധ്യതകൾക്കകത്ത് കുരുങ്ങിക്കിടക്കുന്ന ചില ജന്മങ്ങൾ, ചില ജീവിതങ്ങൾ, ചില വ്യക്തികൾ ഇന്ന് ഈ സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഉറപ്പ്. ഐ എം 100% ഷുവർ. അത് സാക്ഷ്യമാകും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നുപോലെ. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമായിട്ട് പെട്ടെന്ന് നമുക്ക് ഏശയ്യായുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2, 3, 4 വാക്യങ്ങളിലേക്ക് നമുക്ക് വേഗം കടന്നു വരാം. ചില ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നതിന് ശേഷം ഈ ശുശ്രൂഷയുടെ അവസാനം നമ്മൾ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ വീണ്ടും ജനിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. വേഗം തന്നെ നിങ്ങൾ ബൈബിൾ ഉള്ളവർ ഏശയ്യായുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2, 3, 4 വാക്യങ്ങളിലേക്ക് വേഗം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ആയിരിക്കണം. വചനം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ ചെയ്യും. ദൈവദൂതന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലലുയ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാ ദൈവത്തിന്റെ ശുശ്രൂഷകർക്കും ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൈവദൂതന്മാരുണ്ട്, വാരിയർ ഏഞ്ചൽസ് ഉണ്ട്, മെസ്സഞ്ചർ ഏഞ്ചൽസ് ഉണ്ട്. ഹാലലുയ. അതുകൊണ്ട് തന്നെ ഈ ഓരോ ദൈവ ശുശ്രൂഷകനെയും ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ, ഉയർത്തുമ്പോൾ, അല്ലെങ്കിൽ അവനെ അഭിഷേകം ചെയ്ത് ഒരു ഓഫീസിനകത്ത്, ഞാൻ ഈ കാറിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതിനെ കുറച്ച് കാണരുത്. എന്റെ മിനിസ്ട്രിയെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് കർത്താവ് എന്നെ അഭിഷേകം ചെയ്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുമ്പോൾ തന്നെ സൗഖ്യത്തിന്റെ ദൂതന്മാരെയും വിടുതലിന്റെ ദൂതന്മാരെയും മെസ്സഞ്ചർ ഏഞ്ചൽസിനെ ഒക്കെ കർത്താവ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വേണ്ടി അസൈൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഏഞ്ചൽസ് ഓഫ് ഗോഡ് ആണ് ചില സമയത്തൊക്കെ മെസ്സേജുകൾ എനിക്ക് ഡെലിവറി ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ സർവീസിൽ പറഞ്ഞു, ഐ ഹാവ് റിസീവ്ഡ് എ സ്ക്രോൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് അതിനകത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയ്ക്കകത്ത് യേശുക്രിസ്തുവിന് താല്പര്യമുണ്ട്. കർത്താവാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് നിയോഗിച്ചിരിക്കുന്ന ദൈവദൂതന്മാർ, ഹല്ലേലൂയ, ദേ വിൽ മൂവ് ആൻഡ് വർക്ക് ഫോർ യു ആൻഡ് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിയോഗപ്രകാരം, ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ആ ദൂതന്മാർ പ്രവർത്തിക്കും. ഹല്ലേലൂയ. വേഗം തന്നെ ഏശയ്യായുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങളിലോട്ട് ഇന്നത്തെ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അവിടെ പറയാണ്, ഇതാ ദൈവമാണ് എന്റെ രക്ഷ, ഞാൻ അങ്ങിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എന്റെ ബലവും എന്റെ ഗാനവുമാണ്, അവിടുന്ന് എന്റെ രക്ഷയായിരിക്കുന്നു. അടുത്ത വചനമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ പറയാണ്, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ, അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ, കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോട് പ്രവർത്തിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്നത്തെ ശ്രദ്ധയെ നിങ്ങളുടെ 3-ാം വാക്യത്തിലേക്ക് ഞാൻ വേഗം കൊണ്ടുവരികയാണ്. അവിടെ മലയാളം ബൈബിളിനകത്ത് രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും എന്ന മലയാളം ബൈബിളിലാണെങ്കിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ അത് പറഞ്ഞിരിക്കുന്നത്, therefore with joy you will draw water from the wells of salvation. എല്ലാവരും ഒന്ന് പറഞ്ഞേ, wells of salvation. ഹല്ലേലൂയ. അത് മറ്റ് ബൈബിൾ വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് സ്പ്രിങ്സ് ഓഫ് സാൽവേഷൻ. POC ബൈബിളിനകത്ത് അത് രക്ഷയുടെ കിണർ എന്ന് പറയുന്ന സിംഗിൾ ഏകവചനത്തിലാണെങ്കിൽ, ശരിക്കും അതിന്റെ ഹെബ്രായ ഭാഷ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ കിണർ എന്നല്ല പറയുന്നത്, കിണറുകൾ എന്നാണ്. രക്ഷയുടെ കിണറുകൾ അല്ലെങ്കിൽ വെൽസ് ഓഫ് സാൽവേഷൻ
അതാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹെബ്രായ ഭാഷയിൽ യെശയ്യായുടെ ബുക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അവിടെ മൂലവാക്യം ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും വെൽ ഓഫ് സാൽവേഷൻ എന്നല്ല, വെൽസ് ഓഫ് സാൽവേഷൻ എന്നാണ്. അതായത് രക്ഷയുടെ കിണറുകൾ അല്ലെങ്കിൽ ദ സ്പ്രിങ്സ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഉറവകൾ എന്നാണ് എനിക്ക് തോന്നുന്ന സത്യവേദ പുസ്തകത്തിനകത്ത് അത് എഴുതിയിരിക്കുന്നത്. അപ്പം രക്ഷയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രക്ഷയെ സംബന്ധിച്ച് ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ഇപ്പോഴും വളരെ പരിമിതമായിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. എല്ലാവരും രക്ഷയെ സംബന്ധിച്ച് രക്ഷ എന്ന വാക്ക് പറയുമ്പോൾ ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനകത്ത് ചുരുങ്ങി പോവുകയാണ് വ്യക്തികളുടെ അണ്ടർസ്റ്റാൻഡിങ്. നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ പ്രധാനമായിട്ടും പങ്കുവെക്കുന്ന ഒരു രക്ഷയുടെ ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ രക്ഷയാണ്. ഹല്ലേലൂയ. ഉദാഹരണമായിട്ട് എഫേസ്യസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്ന, വിശ്വാസം വഴി കൃപയാൽ അത്ര നാം വീണ്ടും ജനിച്ചത്, നാം രക്ഷിക്കപ്പെട്ടത്, അത് നമ്മൾ നേടിയെടുത്തല്ല മറിച്ച് ദൈവത്തിന്റെ ദാനമാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ പ്രധാനമായിട്ടും ഫോർവേഡ് ചെയ്യുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ രക്ഷയെ സംബന്ധിക്കുന്ന ആശയമാണ്. പക്ഷെ ആ രക്ഷ എന്ന് പറയുന്ന ആ ആശയത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനകത്ത് മാത്രം ബൈബിൾ ഒതുക്കി നിർത്തുന്നില്ല. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ സാൽവേഷൻ സംഭവിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്ന നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ആത്മാവിന്റെ രക്ഷയാണ് ബൈബിളിൽ പ്രധാനമായിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. പക്ഷേ ആത്മാവിന്റെ രക്ഷയ്ക്കകത്ത് മാത്രം ആ ഒരു രക്ഷയെന്ന് പറയുന്ന വാക്കിനെ ബൈബിൾ ഒതുക്കി നിർത്തുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് വെൽസ് ഓഫ് സാൽവേഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്പ്രിങ്സ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ കിണറുകൾ. ഇപ്പൊ രക്ഷ ആത്മാവിന്റെ രക്ഷ മാത്രമാണെങ്കിൽ വെൽ ഓഫ് സാൽവേഷൻ എഴുതിയാൽ പോരായിരുന്നോ? രക്ഷയുടെ കിണർ എന്ന് എഴുതിയാൽ പോരായിരുന്നോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ രക്ഷയുടെ അരുവി അല്ലെങ്കിൽ രക്ഷയുടെ ഉറവ എന്ന് എഴുതിയാൽ മതിയായിരുന്നല്ലോ. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കുത്തോ കോമയോ പോലും ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 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 ഹെവൻ ആൻഡ് എർത്ത് ഷാൽ പാസ് അവേ, ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷെ ഈ വചനത്തിനകത്തുള്ള ഒരു കുത്തോ കോമയോ പോലും ആർക്കും മാറ്റാൻ ഹല്ലേലൂയ കടന്നു പോകത്തില്ല. ഹല്ലേലൂയ. അപ്പോ ഇവിടെ പരിശുദ്ധാത്മാവ് ഇതിന്റെ ഹെബ്രായ ഭാഷയ്ക്കകത്ത് വെൽസ് ഓഫ് സാൽവേഷൻ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. രക്ഷയുടെ കിണറുകൾ, രക്ഷയുടെ ഉറവകൾ അല്ലെങ്കിൽ രക്ഷയുടെ സ്പ്രിങ്സ് ഓഫ് സാൽവേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം രക്ഷയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആത്മീയ രക്ഷ മാത്രമല്ല, ഒരു വ്യക്തിയുടെ വിവിധങ്ങളായിട്ടുള്ള മേഖലക്കകത്ത് സാൽവേഷന്റെ എഫക്റ്റ് വരണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിനകത്ത് സാൽവേഷൻ സംഭവിക്കണം, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് സാൽവേഷൻ സംഭവിക്കണം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് സാൽവേഷൻ സംഭവിക്കണം, നിങ്ങളുടെ തലമുറയിൽ സാൽവേഷൻ സംഭവിക്കണം, നിങ്ങളുടെ ജോലിയിൽ സാൽവേഷൻ സംഭവിക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ? വെൽസ് ഓഫ് സാൽവേഷൻ. ഹല്ലേലൂയ. കിണറുകൾ, രക്ഷയുടെ ഉറവകൾ, രക്ഷയുടെ ഉറവിടങ്ങൾ, രക്ഷയുടെ അരുവികൾ, രക്ഷയുടെ കിണറുകൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവിന്റെ രക്ഷയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വചനം പറയുന്നത്, കർത്താവ് പറഞ്ഞില്ലേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം വഴി കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ, അവനെ മരിച്ചവരുടെ ദൈവം ഉയർപ്പിച്ചു എന്ന് വിശ്വസിച്ചപ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദാറ്റ് ഈസ് എ ബിഗിനിങ്, അതൊരു തുടക്കമാണ് ശരിക്കും. അപ്പൊ ആത്മാവിന്റെ രക്ഷ മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വെൽസ് ഓഫ് സാൽവേഷൻ, ഹല്ലേലൂയ, രക്ഷയുടെ ഉറവകൾ എന്ന പ്ലൂറൽ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ബഹുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. രക്ഷയുടെ ഉറവ എന്ന ഏകവചനത്തിലല്ല, മറിച്ച് രക്ഷയുടെ ഉറവകൾ എന്ന് അല്ലെങ്കിൽ രക്ഷയുടെ കിണറുകൾ എന്ന് ബഹുവചനത്തിലാണ് ആ വചനത്തെ എഴുതിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് ആ പ്രവാചകനിലൂടെ വെൽസ് ഓഫ് സാൽവേഷൻ അല്ലെങ്കിൽ ഉറവകൾ എന്ന് എഴുതുമ്പോൾ അതിനകത്ത് കാര്യമുണ്ട്, അതിനകത്ത് അർത്ഥമുണ്ട്. ഇതാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ ആത്മീയ രക്ഷ മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ മേഖലകൾക്കകത്ത് നിങ്ങൾ ആയിരിക്കുന്നുവോ ആ മേഖലയ്ക്കകത്തെല്ലാം തന്നെ ഒരു വിടുതൽ, ഒരു സാൽവേഷൻ, ഒരു രക്ഷയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ പോലെ, മാരേജിനകത്ത് ഒരു രക്ഷയുടെ അനുഭവം ഉണ്ടാകണം.
ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും ജനിച്ച വ്യക്തിയായിരിക്കാം. നിങ്ങൾ യോഹന്നാൻ 3:5 പ്രകാരം ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ മാരേജ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ ആ മാരേജിനകത്ത് പൈശാചിക ബന്ധനങ്ങൾ, പൈശാചികമായിട്ടുള്ള പ്രവർത്തികൾ, മാരേജിനകത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നില്ല. കാരണം എന്താണ്? നിങ്ങളുടെ മാരേജിനകത്ത് രക്ഷയുടെ എഫക്റ്റ് വന്നിട്ടില്ല. ഹല്ലേലൂയ. രക്ഷ വെൽസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഉറവ നിങ്ങളുടെ വിവാഹത്തിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ആ മേഖല സാൽവേഷനിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് സാൽവേഷൻ സംഭവിക്കണം. ബിസിനസ് നിങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ പരാജയത്തിന്റെ മേൽ പരാജയമാണ്, അല്ലെങ്കിൽ ബിസിനസ് പ്രോസ്പെർ ചെയ്യുന്നില്ല. അതിന് കാര്യം ആ രക്ഷയുടെ അനുഭവം നിങ്ങളുടെ ബിസിനസ്സിനകത്ത് പ്രവേശിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഉയരാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നിങ്ങളുടെ സാൽവേഷൻ, രക്ഷ എന്ത് ചെയ്യണം? നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് വ്യാപരിക്കണം. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് വീണ്ടും ജനിച്ച മക്കളെ സംബന്ധിച്ച് ആത്മാവിന്റെ രക്ഷ മാത്രമല്ല, മറിച്ച് നമ്മളായിരിക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു ജീവിതം, ആ ജീവിതത്തിനകത്ത് ഒരു വ്യക്തി വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ആയിരിക്കുന്നു. അവനൊരു കുടുംബമുണ്ട്, അവന് ചിലപ്പം ബിസിനസ് ഉണ്ടാകാം, അവന് സാമ്പത്തിക മേഖലയുണ്ട്, അവന് മക്കളുണ്ട്, അവന് ജോലിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖല. ആ മേഖലയ്ക്കകത്തെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് ഓരോ ദൈവ പൈതലും കടന്നു വരണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകനിലൂടെ യേശയ്യാ 12:3 അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെൽസ് ഓഫ് സാൽവേഷൻ. ഹല്ലേലൂയ. സ്പ്രിങ്സ് ഓഫ് സാൽവേഷൻ എന്ന് ചില ബൈബിളിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഹെബ്രായ ഭാഷയിലുള്ള യെശയ്യായുടെ പ്രവചന പുസ്തകം, അതിന്റെ 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അതിന്റെ മൂലവാക്യം നിങ്ങൾ പരിശോധിച്ചാൽ ഹെബ്രായ ഭാഷയിൽ കിണറുകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. കിണർ എന്ന സിംഗുലർ വാക്കല്ല, ബഹുവചനത്തിൽ രക്ഷയുടെ കിണറുകൾ. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ആത്മാവിന്റെ രക്ഷ മാത്രമല്ല, ഒരു വ്യക്തിയുടെ വിവിധങ്ങളായിട്ടുള്ള മേഖലയ്ക്കകത്ത് രക്ഷ വ്യാപരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് അഡ്രസ് ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് രക്ഷയുടെ അനുഭവം ഉണ്ടാകണം. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയ്ക്കകത്ത് സാൽവേഷൻ കടന്നു വരണം. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയ്ക്കകത്ത് സാൽവേഷൻ കടന്നു വരുമ്പോഴാണ് നിങ്ങൾക്ക് സാമ്പത്തിക മേഖലയിൽ ഒരു പ്രോസ്പെരിറ്റി വരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചില ആൾക്കാരൊക്കെ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ട്. പക്ഷെ ഈ നമ്മൾ പറഞ്ഞു വരുന്നത് രക്ഷയുടെ ഉറവിടങ്ങൾ, രക്ഷയുടെ കിണറുകൾ എന്ന വാക്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ ഒരു വ്യക്തിയുടെ ആത്മീയമായിട്ടുള്ള രക്ഷ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകൾ, നിങ്ങളുടെ മാരേജിനകത്ത് രക്ഷയുടെ അനുഭവം ഉണ്ടാകണം, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് രക്ഷയുടെ അനുഭവം ഉണ്ടാകണം, നിങ്ങളുടെ ജോലിക്കകത്ത് രക്ഷയുടെ അനുഭവം ഉണ്ടാകണം, നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് രക്ഷയുടെ അനുഭവം ഉണ്ടാകണം, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിനകത്ത് രക്ഷയുടെ അനുഭവം ഉണ്ടാകണം. അങ്ങനെ ഒരു വ്യക്തിയുമായി കണക്ട് ചെയ്യുന്ന വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലയ്ക്കകത്ത് രക്ഷയുടെ അനുഭവം ഉണ്ടാകണം, സാൽവേഷൻ ഉണ്ടാകണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആ സാൽവേഷൻ ഉണ്ടാകണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവെക്കുന്നത് ഇന്ന് സാമ്പത്തിക മേഖലയ്ക്കകത്ത് ഹല്ലേലൂയ പിശാച് കുരുക്കി വെച്ചിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയ്ക്കകത്ത് ശാപത്തിലൂടെ കടന്നു പോകുന്ന വീണ്ടും ജനിച്ച മക്കളുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിലർ പറഞ്ഞേക്കാം വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആണെന്ന്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിച്ചവരാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിച്ചവരാണ്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ എടുത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. ഓരോ വിവാഹം എടുത്ത് നോക്കിക്കേ, സാമ്പത്തിക മേഖല എടുത്ത് നോക്കിക്കേ, കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കിക്കേ. ഓരോ മേഖലയ്ക്കകത്ത് നമുക്ക് പിശാചിന്റെ ചില അടിമത്തങ്ങൾ, ചില വ്യാപാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അവിടെയാണ് ശരിക്കും വെൽസ് ഓഫ് സാൽവേഷൻ, കിണറുകൾ, രക്ഷയുടെ കിണറുകൾ, ഉറവിടങ്ങൾ, അതിന്റെ അർത്ഥം വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ആ മേഖലയ്ക്കകത്തെല്ലാം തന്നെ നിങ്ങൾ വിജയിയാകണം, വിക്ടോറിയസ് ആകണം, നിങ്ങൾക്ക് സാൽവേഷൻ സംഭവിക്കണം എന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ എല്ലാ വിഷയങ്ങളിലേക്കും പോകുന്നതിന് പകരം പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിച്ച വിഷയം സാമ്പത്തിക മേഖലയ്ക്കകത്ത്, നിങ്ങളുടെ ഫൈനാൻസ് മേഖലയ്ക്കകത്ത് പിശാചിന്റെ ബന്ധനങ്ങൾ, പാരമ്പര്യമായി കടന്നു വന്ന ശാപങ്ങൾ, ഹല്ലേലൂയ, അതെല്ലാം തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രോസ്പെരിറ്റിയെ ബ്ലോക്ക് ചെയ്യും എന്ന് ഉറപ്പായിട്ട് ഞാൻ പറയാം. അതിന്റെ മേൽ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. രക്ഷയുടെ അനുഭവം ഇന്ന് ആ മേഖലയ്ക്കകത്ത് സംഭവിക്കും. യു ആർ ഡിക്ലെയറിംഗ് ദ സാൽവേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ടു ദാറ്റ് ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. ഹല്ലേലൂയ. നമുക്ക് അതിന് ആധാരമായിട്ട് ഇന്ന് സാമ്പത്തിക മേഖലയ്ക്കകത്തുള്ള ഒരു മേഖലയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ആധാരമായിട്ട് വേഗം തന്നെ നമുക്ക് 2 കൊറിന്ത്യൻസ് 2 കൊറിന്ത്യൻസ് അതിന്റെ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വേഗം പരിശോധിക്കാം.
അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ് 2 കൊരിന്ത്യൻസ് 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്ത ശ്രദ്ധിച്ചു കേൾക്കണം. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ വചനത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയാൽ നിങ്ങളുടെ ഡെലിവറൻസ് ഇന്ന് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഈ വചനത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയാൽ, നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായാൽ, നിങ്ങളുടെ ഡെലിവറൻസ്, നിങ്ങളുടെ വിടുതൽ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് സംഭവിക്കും. ഹല്ലേലൂയ. അവിടെ പറയുന്നത് യേശു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ സമ്പന്നത എന്ന് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. ഭൂമി എടുത്ത് നോക്കിക്കേ, ഭൂമിയും അതിലുള്ളത് മുഴുവനും, ഭൂമിയുടെ അടിത്തട്ടിലുള്ള സ്വർണം, വജ്രങ്ങൾ, പവിഴമുറ്റുകൾ, ഇതിനകത്തുള്ള മനുഷ്യര്, സ്ഥലങ്ങൾ എല്ലാം ആരുടേതാണ്? യേശുവിൻ്റെതാണ്, അവന്റെ സമ്പന്നത. പക്ഷെ ഈ ഭൂമിക്കകത്ത് മാത്രം അവന്റെ സമ്പന്നത ഒതുങ്ങി നിൽക്കുവാണോ? അല്ല. ഈ പ്രപഞ്ചത്തിലുള്ള സകല ഗോളങ്ങള്, ഈ പ്രപഞ്ചത്തിന്റെ സകലതും അവന്റേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടേതാണ്? യേശുവിൻ്റെതാണ്. അപ്പൊ യേശുവ് സമ്പന്നനായിരുന്നിട്ടും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ സമ്പന്നത, ദ സൺ ഓഫ് ഗോഡ് വാസ് ഹാവിങ് എവറിത്തിങ്. പുത്രനാണ്, പിതാവ് എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, എല്ലാം പുത്രന് ദൈവം നൽകിയിരിക്കുന്നു. കോടാനുകോടി പ്ലാനറ്റ്സ്, അതിനകത്തുള്ള കംപ്ലീറ്റ് സമ്പന്നത, അതിന്റെ എല്ലാ മഹത്വവും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ വചനം പറയാണ്, അങ്ങനെ സമ്പന്നനായിരുന്ന പുത്രൻ, ഹല്ലേലൂയ, എന്നെ പ്രതിയും നിങ്ങളെ പ്രതിയും എന്ത് ചെയ്തു? അവൻ ദരിദ്രനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പന്നനായിരുന്ന യേശു, എല്ലാം ഉണ്ടായിരുന്ന യേശു, നമ്മുടെ മനസ്സിനോ ബുദ്ധിക്കോ ഗ്രഹിക്കാൻ പറ്റാത്ത അത്ര സമ്പത്തുള്ള യേശു, അവൻ എന്ത് ചെയ്തു? നമ്മളെ പ്രതി ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എന്തിനാണ്? ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. അതെന്തിനാ അങ്ങനെ യേശു ചെയ്തത്? തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എല്ലാ സമ്പന്നതയും എല്ലാ മഹത്വവും എല്ലാം ഉണ്ടായിരുന്ന യേശുക്രിസ്തു, ഹല്ലേലൂയ, ദൈവപുത്രനായ യേശുക്രിസ്തു, സ്വർഗത്തിൽ സകല പ്രപഞ്ചത്തിന്റെയും രാജാതി രാജനായി വാണ യേശുക്രിസ്തു, ഹല്ലേലൂയ, അവൻ എന്ത് ചെയ്തു? അവൻ തന്റെ സമ്പന്നതയെ ഉപേക്ഷിച്ച്, തന്റെ മഹത്വത്തെ ഉപേക്ഷിച്ച് ഒരു ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ദാരിദ്ര്യം അനുഭവിച്ചു. കാരണം അവന്റെ സമ്പന്നതയോടുകൂടി കമ്പയർ ചെയ്യുമ്പോൾ അവൻ ഈ ഭൂമിയിൽ അനുഭവിച്ചത് എന്താണ്? ദാരിദ്ര്യമാണ്. പൗലോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പറയാണ്, അങ്ങനെ യേശു ഈ ഭൂമിയിൽ ദാരിദ്ര്യം അനുഭവിച്ചതിന്റെ, അല്ലെങ്കിൽ ദാരിദ്ര്യത്താൽ എന്തിനു വേണ്ടി അത് ചെയ്തത്? നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടി അത്രയും. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്, സാമ്പത്തിക അനുഗ്രഹം വരാൻ വേണ്ടി അത്രേ യേശു എന്ത് ചെയ്ത്? സമ്പന്നനായിരുന്ന യേശു ദരിദ്രനായി ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനിവിടെ ഒരു പ്രോസ്പെരിറ്റി മെസ്സേജ് അല്ല പ്രീച്ച് ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള സത്യമാണ് സംസാരിക്കുന്നത്. ഈ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലായാൽ സാമ്പത്തിക മേഖലയ്ക്കകത്ത് ഇന്ന് ഈ മണിക്കൂറിനകത്ത് നിങ്ങളുടെ ഡെലിവറൻസ് സംഭവിക്കും. ഹല്ലേലൂയ. എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ വചനം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചില വചനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് ഈ വചനത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഉദാഹരണമായിട്ട് 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം പറയുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കുരിശിലേറി. ഹല്ലേലൂയ. ഈ 2 കൊരിന്ത്യൻസ് 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വേറെ 1-2 യേശു ചെയ്ത പ്രവൃത്തിയായിട്ട് മനസ്സിലാക്കിയ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 2:24 പറയുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കുരിശിലേറി. എന്തിനാ അങ്ങനെ പ്രവൃത്തി യേശു ചെയ്തത്? ഹല്ലേലൂയ. യേശു ചെയ്തത് എന്തിനാണ്? നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. ഹല്ലേലൂയ. അപ്പൊ എന്റെയും നിങ്ങളുടെയും പാപം യേശു ശരീരത്തിൽ വഹിച്ച് കുരിശിലേറിയത് എന്തിനു വേണ്ടിയാണ്? നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. ഹല്ലേലൂയ. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ 2 കൊരിന്ത്യൻസ് 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്ന ചില ഒരു ആസ്പെക്ട് ആണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ. കാരണം യേശു ദരിദ്രനായത് ഞാൻ സമ്പന്നനാകാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ബുദ്ധിക്ക് ഇത് മനസ്സിലാകത്തില്ല. ബുദ്ധിക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധി പറയും, ഹേ 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 ഇതൊക്കെ ചുമ്മാ കള്ളത്തരവാ, ഇതൊന്നും സംഭവിക്കാൻ പോകുന്ന സംഭവമല്ല. ഹല്ലേലൂയ. അപ്പൊ ബുദ്ധി പറയുന്നത്. പക്ഷെ വചനം പറയുന്നു, സമ്പന്നനായിരുന്ന യേശു
എന്നെ പ്രതി ദരിദ്രനായി. എന്തിനാണ്? അവന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാകാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ ഈ മനസ്സിനകത്ത് ഈ സമ്പന്നത എന്ന് പറയുമ്പോൾ, പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ആ ഒരു സമ്പന്നത എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ഈ ബ്രെയിനിന് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു വചനം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യേശു ചെയ്ത മറ്റു പ്രവൃത്തികൾ എന്താണ് നമ്മൾക്ക് നോക്കാം. അവിടെ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പാപങ്ങൾ അവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചു കുരിശിലേറി. അപ്പൊ യേശു കുരിശിലേറിയപ്പോൾ നമ്മുടെ പാപം വഹിച്ചുകൊണ്ടാണ് കുരിശിലേറിയത്. എന്തിനാ അങ്ങനെ ചെയ്തത്? അത് നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. ആ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ? യേശു നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ? അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. രണ്ടാമത് പറയാണ്, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ യേശുവിന്റെ ശരീരത്തിലുള്ള മുറിവ് എനിക്ക് എന്ത് ബെനിഫിറ്റാണ് കൊണ്ടുവന്നത്? എന്റെ സൗഖ്യത്തെ കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഏറ്റുപറയുന്ന ഒരു വചനമല്ലേ അത്? അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് വിശ്വസിക്കാൻ ഒരു പ്രോബ്ലം ഇല്ലല്ലോ. അപ്പൊ യേശുവിന്റെ ശരീരത്തിൽ മുറിവുണ്ടായത് എന്തിനു വേണ്ടിയാണ്? എന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തന്റെ ഇടത്തോടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ശരീരത്തിൽ മുറിവുണ്ടായത് എന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. യേശു പാപം വഹിച്ച് കുരിശിലേറിയത് എന്തിനാണ്? ഞാൻ പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രയും. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറയുന്നു, നമ്മുടെ പാപങ്ങൾ എന്ത് പറയുന്നത്? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം എന്ന് പറയുന്നത്, അവൻ കുരിശിലേറി. ഒന്ന് വായിച്ച്, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വേഗം ഒന്ന് നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ യേശു മരത്തിൽ തൂങ്ങിയത് എന്തിനാണ്? നമ്മുടെ ശാപം മാറ്റാൻ വേണ്ടി. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു മരത്തിൽ തൂങ്ങിയത് എന്റെ ശാപം മാറ്റാൻ വേണ്ടി. പാപം വഹിച്ചുകൊണ്ട് കുരിശിലേറിയത് ഞാൻ പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. യേശുവിന്റെ ശരീരത്തിൽ മുറിവുണ്ടായത് എന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ യേശു, സമ്പന്നനായിരുന്ന യേശു ദരിദ്രനായി മാറിയത് എന്നെ സമ്പന്നനാക്കാൻ വേണ്ടി അത്രേ. ഇത് വിശ്വസിക്കാൻ അത്ര ബുദ്ധിമുട്ടെന്താ? ഹോളി സ്പിരിറ്റ്, ഐ താങ്ക് യു. ഹോളി സ്പിരിറ്റ്, ഐ താങ്ക് യു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയുന്ന ഈ വാക്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇത് എൻലൈറ്റൻ ചെയ്ത് കത്തിച്ചു നൽകുന്ന, പരിശുദ്ധാത്മാവിന്റെ എൻലൈറ്റ്മെന്റ് ലഭിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് വിടുതൽ സംഭവിക്കും. പിശാചിന്റെ ദുരാത്മ വ്യാപാരങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും. ഹല്ലേലൂയ. സമ്പന്നനായിരുന്ന യേശു, 2 Corinthians 8:9, സമ്പന്നനായിരുന്ന യേശു നമ്മെ പ്രതി ദരിദ്രനായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? എന്നെ സമ്പന്നനാക്കാൻ വേണ്ടി. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനാണ് ഞാൻ 3 വചനങ്ങൾ വേറെ പറഞ്ഞത്. നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് യേശു കുരിശിലേറി. എന്തിനാ? ഞാൻ പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. അവന്റെ ശരീരത്തിൽ മുറിവുണ്ടായി. എന്തിനാണ്? എന്റെ സൗഖ്യത്തിന് വേണ്ടി. മരത്തിൽ തൂക്കപ്പെട്ടു യേശു. എന്തിനാണ്? എന്റെ ശാപം മാറ്റാൻ വേണ്ടി. അപ്പം ശാപം മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? യേശു മരത്തിൽ തൂങ്ങി. യേശുവിന്റെ ശരീരത്തിൽ മുറിവുണ്ടായി എന്റെ സൗഖ്യത്തിന് വേണ്ടി. എന്റെ പാപം വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. എന്താ? ഞാൻ പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. അങ്ങനെയെങ്കിൽ സമ്പന്നനായിരുന്ന യേശു എന്ത് ചെയ്തു? ദരിദ്രനായി ഈ ഭൂമിയിൽ. എന്തിനു വേണ്ടിയാ? എന്നെ സമ്പന്നനാക്കാൻ വേണ്ടി, നിങ്ങളെ സമ്പന്നനാക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ അകത്ത് ഇന്ന് പരിശുദ്ധാത്മാവ് ഇത് തെളിയിപ്പിച്ച് തരുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ മാറും. പിശാചു പറയും, ഓ ഈ പോവർട്ടി, ഹല്ലേലൂയ, ഈ പരിതാപകരമായ അവസ്ഥ, ഇതാണ് ശരിക്കും നിന്റെ ജീവിതമെന്ന് നിങ്ങളെ ഒപ്രസ് ചെയ്യുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇപ്പോൾ ഈ 2 Corinthians 8-ാം അധ്യായത്തിന്റെ 9-ാം വചനത്താൽ തന്നെ കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞു പോട്ടെ, നിങ്ങളുടെ മാനസിക മേഖലകളെ വിട്ടൊഴിഞ്ഞു പോട്ടെ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് പിശാചിട്ട ചിന്തകൾ ഒഴിഞ്ഞു പോട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രോസ്പർ ആവണം, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം, നിങ്ങൾ എല്ലാത്തിനും നിങ്ങളുടെ അസൈൻമെന്റ് ഈ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്യുവാൻ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, അടയാളം ചെയ്യും. യേശു അവൻ ജീവിക്കുന്ന ദൈവമാണ്, തെളിയിക്കും. സമ്പന്നനായിരുന്ന യേശു ദരിദ്രനായത് നിനക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. അത് നമ്മൾ ദാരിദ്ര്യത്തിൽ അവസാനിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മെ സമ്പന്നനാക്കാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്ത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്കത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിന് അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ദാരിദ്ര്യത്താൽ, ഹല്ലേലൂയ, നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടി അത്രേ. ഹല്ലേലൂയ. മരത്തിൽ തൂങ്ങിയത് എന്തിനാണ്? ശാപം മാറ്റാൻ വേണ്ടി. കുരിശിലേറിയത് എന്തിനാണ്? പാപത്തിൽ നിന്ന് നമ്മളെ മാറ്റാൻ വേണ്ടി. മുറിവുണ്ടായത്, അവന്റെ ശരീരത്തിൽ മുറിവുണ്ടായത് എന്തിനാണ്? സൗഖ്യത്തിന് വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ
സമ്പന്നനായ യേശു ദരിദ്രനായി തീർന്നത് എന്തിനാണ്? അവന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാകാൻ വേണ്ടി അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് റിസീവ് ചെയ്ത്, ഹല്ലേലൂയ, നിങ്ങൾ കടന്നു പോകുന്ന ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾ, ഹല്ലേലൂയ, പരാധീനതകൾ, അത് യേശുവിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കട്ടെ. വ്യക്തികൾ വിടുതൽ പ്രാപിക്കട്ടെ. സാമ്പത്തിക മേഖലയ്ക്കകത്ത് ഐ റിലീസ് ദ ഡെലിവറൻസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ബിസിനസ്സിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഡെലിവറൻസുകൾ സംഭവിക്കട്ടെ. ഹാലാബാല ഷംദാലാബാല. ഹല്ലേലൂയ. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഈ കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞു പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവറി ജനറേഷണൽ കേഴ്സസ് ആൻഡ് ബോണ്ടേജസ് ബി ബ്രോക്കൺ റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യത്തിന്റെ ദുരാത്മാക്കൾ, ഹല്ലേലൂയ, the spirit of mammon, I rebuke you right now in the name of Jesus. കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞു പോട്ടെ. കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞു പോട്ടെ. ബിസിനസ്സുകളെ വിട്ടൊഴിഞ്ഞു പോട്ടെ. സാമ്പത്തിക മേഖലകളെ വിട്ടൊഴിഞ്ഞു പോട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. ഹാലാബാല ഷംദാലാബാലാബാല ഷീരിയാലാബാലാബാല ഷക്കാലാബാലാബാല ഷീരിയാലാബാലാബാല. അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പ്രാർത്ഥിച്ച്, നിങ്ങൾ ആ വിഷയത്തിന് മേൽ പ്രാർത്ഥിച്ച്. ഹാലാബാല ഷംദാലാബാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയ്ക്കകത്ത് വിടുതലുകൾ സംഭവിക്കട്ടെ. ബിസിനസ്സിനകത്ത് വിടുതലുകൾ സംഭവിക്കട്ടെ. ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ. അഭിവൃദ്ധി സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തു, സമ്പന്നനായിരുന്ന യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത് അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി അത്രേ. ഈ മക്കൾക്ക് വേണ്ടി യേശു കർത്താവ് വെച്ചിരിക്കുന്ന അസൈൻമെന്റുകൾ ഫുൾഫിൽ ചെയ്യാനുള്ള എല്ലാ സമ്പന്നതയും ഈ മക്കളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ഡോറുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. പിശാച് അടച്ച ഡോറുകൾ, ഹല്ലേലൂയ, പാരമ്പര്യ ശാപങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള ബന്ധനങ്ങൾ, ഹല്ലേലൂയ, സാമ്പത്തിക മേഖലയിൽ കടന്നു വന്ന ശാപത്തിന്റെ ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ I rebuke you right now in the mighty name of Jesus. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോട്ടെ. Holy Spirit, we thank you. 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 ഹാലാബാല ഷംദാലാബാലാബാല. ഹാല സർപ്പത്തിന്റെ വ്യാപാരങ്ങൾ വിട്ടൊഴിഞ്ഞു പോട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പിശാച നീ കൈയെടുക്കെ. ഹല്ലേലൂയ. ഈ മക്കളുടെ ജീവിതത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് നിന്റെ എല്ലാ ലീഗൽ റൈറ്റുകളും യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ. ജനറേഷണലായി, പാരമ്പര്യമായി കടന്നു വന്ന എല്ലാ ശാപത്തിന്റെ എല്ലാ ലീഗൽ റൈറ്റുകളും യേശുവിന്റെ നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ സാമ്പത്തിക മേഖലയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യമായ ശാപങ്ങൾ, രക്ത ഉടമ്പടികൾ, ഹല്ലേലൂയ, ബലി അർപ്പണങ്ങൾ, അതിലൂടെ ഇവരുടെ പൂർവ്വ പിതാക്കന്മാർ ചെയ്ത പല ദൈവഹിതത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ, അതിലൂടെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സാമ്പത്തിക മേഖലയിൽ വ്യാപരിക്കുന്ന ശാപങ്ങൾ, കെട്ടുകൾ, പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിന്റെ എല്ലാ ലീഗൽ റൈറ്റുകളെയും ക്യാൻസൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിട്ടൊഴിഞ്ഞു പോകാൻ കൽപ്പിക്കുന്നു. ഹാലാബാല ഷംദാലാബാല. Thank you, wonderful Jesus, beautiful Lord Jesus, beautiful Lord Jesus, beautiful Lord Jesus. പ്രാർത്ഥിച്ച് അതുമായി ബന്ധപ്പെട്ട്, ഹല്ലേലൂയ, ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദിസ് ഈസ് ദ ടൈം ഓഫ് യുവർ ഡെലിവറൻസ്. ഹല്ലേലൂയ. സമ്പന്നനായിരുന്ന യേശു അവൻ ദരിദ്രനായി തീർന്നത്, ഹല്ലേലൂയ, അവന്റെ ദാരിദ്ര്യത്താൽ എന്നെ സമ്പന്നനാക്കാൻ വേണ്ടി അത്രേ. ഹല്ലേലൂയ. അത് വിശ്വസിക്കുക, അത് വിശ്വസിക്കുക. പാപത്തിന് വേണ്ടി യേശു കുരിശിലേറിയത് ഞാൻ പാപത്തിന് മരിച്ച നീതിക്കായി ജീവിക്കേണ്ടതിനാണെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കുരിശിൽ തൂങ്ങിയ യേശു ക്രിസ്തു അവൻ ശാപം മാറ്റാനാണെങ്കിൽ, ഹല്ലേലൂയ, അവന്റെ ദേഹത്തെ മുറിവുകൾ ഉണ്ടായത് എന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ആണെങ്കിൽ, ഹല്ലേലൂയ, അതേ വചനം തന്നെ പറയുന്നു. മാറ്റമില്ലാത്ത നിത്യവചനം, സത്യവചനം, ജീവനുള്ള വചനം പറയുന്നു. ഹല്ലേലൂയ. സമ്പന്നനായിരുന്ന യേശു എന്നെ പ്രതി ദരിദ്രനായി തീർന്നത്, ഹല്ലേലൂയ, അവന്റെ ദാരിദ്ര്യത്താൽ എന്നെ സമ്പന്നനാക്കാൻ വേണ്ടി അത്രേ. ഹല്ലേലൂയ. ആ വചനത്തെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഐ റിലീസ് ദാറ്റ് വേർഡ് റൈറ്റ് നൗ. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ പൈശാചിക ബന്ധനങ്ങൾ വിട്ടൊഴിഞ്ഞു പോട്ടെ. Holy Spirit, we thank you. പരിശുദ്ധാത്മാവിന്റെ ശക്തി, hallelujah, the power of the Holy Spirit is moving right now. The power of the Holy Spirit is moving right now. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ലാബാബ ഷക്ക ലാബാലാബാല. പ്രാർത്ഥിച്ച് സാമ്പത്തിക വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരേ ഹൃദയത്തോടെ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് ആ പൈശാചിക മണ്ഡലങ്ങൾ, പാരമ്പര്യ ശാപങ്ങൾ, രക്ത ഉടമ്പടികൾ, ഹല്ലേലൂയ, മനുഷ്യ ബലികൾ, ഹല്ലേലൂയ, അതുമൂലം കടന്നു വന്ന ശാപങ്ങൾ, ഹല്ലേലൂയ, അതുമൂലം കടന്നു വന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പൈസ
പൈശാചിക അടിമത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഈ മക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഫൈനാൻഷ്യൽ മേഖലയിലേക്ക് യേശുവിന്റെ രക്തം തളിക്കുന്നു. ഇവരുടെ സാമ്പത്തിക മേഖലയിലേക്ക് യേശുവിന്റെ രക്തം തളിക്കുന്നു. ഇവരുടെ ഇവരുടെ ജോലി മേഖലകളിലേക്ക് യേശുവിന്റെ രക്തം തളിക്കുന്നു. ഇവരുടെ ബിസിനസ്സിലേക്ക് യേശുവിന്റെ രക്തം തളിക്കുന്നു. പ്രോസ്പർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലോർഡ് ജീസസ്, അഭിവൃദ്ധി പ്രാപിക്കുക സാമ്പത്തിക മേഖലയിൽ. ഹല്ലേലൂയ. നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് ഐ ഡിക്ലെയർ ആൻഡ് ഡിക്രീ ആസ് എ സെർവന്റ് ഓഫ് ഗോഡ് blessings in the name of Jesus, prosperity in the name of Jesus. Hallelujah. Lord, please. Hallelujah. Lord Jesus, I thank you. Hallelujah. വാതിലുകൾ തുറക്കപ്പെടട്ടെ. പിശാചടച്ച വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് കടന്നു വന്ന ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൈശാചികമായിട്ടുള്ള കുരുക്കുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അനുഗ്രഹം പ്രാപിക്കട്ടെ. ബി ബ്ലെസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മുകളിലായ നാമം, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകലരും മുട്ടുമടക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ നാമത്തിന് മുകളിൽ മറ്റൊരു നാമമില്ല. ആ നാമത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഐ ആം ബ്ലെസ്സിങ് യു റൈറ്റ് നൗ. ഹല്ലേലൂയ. എന്റെ പേരിനാലല്ല, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും നാമത്താലല്ല, മറിച്ചും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകലരും മുട്ടുമടക്കുന്ന ഏക സത്യദൈവമായ നിത്യനായ ജീവനുള്ള യേശുവിന്റെ നാമത്തിൽ, ആ നാമത്തിന്റെ മുൻപിൽ മടങ്ങാത്ത മുട്ടുകളില്ല. ആ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയെ ബ്ലെസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ബിസിനസിനെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജോലിയെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആസ് എ സെർവന്റ് ഓഫ് ദ ഓൾമൈറ്റി ഫാദർ, the servant of the Lord Jesus Christ, I bless you right now in the name of Jesus. Be blessed in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. Thank you, wonderful Father. Thank you, wonderful Jesus. Holy Spirit, we thank you. Holy Spirit, we thank you. Hallelujah. Hallelujah. അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനാ അത്? അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി അത്രേ. Hallelujah. Receive that word right now in your spirit right now. നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തിനകത്ത് ഈ വചനം ഇപ്പോൾ തന്നെ പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനം ഇപ്പോൾ തന്നെ വർക്കൗട്ട് ആകട്ടെ നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തിനകത്ത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനും ഹല്ലേലൂയ പ്രകാശവുമായ വചനം, ജീവനുള്ള സത്യവചനം, ഈ വചനം നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തിനകത്ത് ഇപ്പോൾ തന്നെ അത്ഭുതങ്ങളെ സൃഷ്ടിക്കട്ടെ. ഹല്ലേലൂയ. I declare and decree miracles in your financial area right now. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ ഉദ്ദേശിക്കാത്ത, നിങ്ങളുടെ ജന്മത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള വഴികൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്തുള്ള കുരുക്കുകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. താങ്ക് യു വണ്ടർഫുൾ ഫാദർ. താങ്ക് യു വണ്ടർഫുൾ ജീസസ്. താങ്ക് യു വണ്ടർഫുൾ ഹോളി സ്പിരിറ്റ്. ഓ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മീയ മണ്ഡലത്തിനകത്ത് ഷിഫ്റ്റുകൾ സംഭവിക്കുന്നു. ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂകൾ സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും ഹല്ലേലൂയ പട്ടിണിയുടെ ഹല്ലേലൂയ പോവർട്ടിയുടെ ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകുന്നു. പോവർട്ടിയുടെ ദുരാത്മാക്കൾ, പട്ടിണിയുടെ ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോട്ടെ കുടുംബങ്ങളെ. ഹല്ലേലൂയ. പല തലമുറകളിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളെ ബന്ധിച്ചിട്ടിരുന്ന സ്പിരിറ്റ് ഓഫ് മാമോന്റെ ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ അവസാനത്തെ ദിവസമാണെന്ന്. ഹല്ലേലൂയ. ദേ ആർ ഗോയിങ് ഔട്ട് ഫ്രം യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട്ടൊഴിഞ്ഞു പോകുന്ന ദിവസമാണ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, അടയാളങ്ങൾ സംഭവിക്കുന്നു, ദുരാത്മാക്കൾ വിട്ടൊഴിഞ്ഞു പോകുന്നു. ശാപത്തിന്റെ മേഖലകളുടെ മേൽ പരിശുദ്ധ രക്തം ഇപ്പോൾ തന്നെ ഇന്റർസീഡ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ലോർഡ് വി പ്രൈസ് ആൻഡ് താങ്ക് യു. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. 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 ഇപ്പോൾ ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് തന്നെ വാച്ച് ചെയ്യുന്ന 7 വ്യക്തികൾ, ഹല്ലേലൂയ, 7 people who are watching me right now in the live. ഹല്ലേലൂയ. 97 പേര് ഇപ്പോൾ വാച്ച് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിനകത്ത് വാച്ച് ചെയ്യുന്ന 7 വ്യക്തികൾ ഹല്ലേലൂയ അവർ വളരെ ആ ഒരു സാമ്പത്തിക മേഖലയ്ക്കകത്തുള്ള ഡെലിവറൻസിന് വേണ്ടി വളരെ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യുവർ മിറാക്കിൾ ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ അത്ഭുതം സംഭവിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് ഓരോ വ്യക്തികളും
ഹാലലുയ. അനേകം വ്യക്തികൾ ഇതിനകത്ത് ഇപ്പോൾ തന്നെ ഡെലിവർ ആവുന്നു. ഹാലാബാല ഷംദാലാബാല ഷീരിയാലാബാല ഷംദാലാബാല. വി താങ്ക് യു ഫാദർ, വി താങ്ക് യു ലോർഡ് ജീസസ്. ഹാലലുയ. കർത്താവെ, അങ്ങയുടെ ഈ പൊന്നു മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇവരെ വിടുവിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. പാരമ്പര്യമായി കടന്നു വന്ന പല രക്ത ഉടമ്പടികൾ മൂലം കടന്നു വന്ന, പാരമ്പര്യ ശാപങ്ങൾ മൂലം കടന്നു വന്ന ഇവരുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് എന്തിവർ ചെയ്താലും ഇവരുടെ പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ പണം മുഴുവൻ നീങ്ങിപ്പോകുന്ന രീതിയിലുള്ള അവസ്ഥകൾക്ക് ഇന്ന് അവസാനം ഉണ്ടാകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ഹാലലുയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്, ബ്യൂട്ടിഫുൾ ലോർഡ് ജീസസ്. ഹാലലുയ. താങ്ക് യു ജീസസ്, താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്, ബ്യൂട്ടിഫുൾ ലോർഡ് ജീസസ്. ഹാലലുയ, 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 ഹാലലുയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹാലലുയ. ഞാൻ ഇന്ന് പറയാൻ വെച്ച മെസ്സേജിന്റെ ശരിക്കും ഒരു 20% പോലും ഞാൻ പറഞ്ഞില്ല. ഇനി അടുത്ത ലൈവ് സെഷനകത്ത് അത് കണ്ടിന്യൂ ചെയ്യും. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ആ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യും. ഹല്ലേലൂയ. ഐ ആം ഷുവർ മെനി പീപ്പിൾ ആർ റിസീവിംഗ് ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ് റൈറ്റ് നൗ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കകത്ത് അടയാളങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം സംഭവിക്കുന്നു. ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ് ആർ ഹാപ്പനിങ്. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്, ബ്യൂട്ടിഫുൾ ലോർഡ് ജീസസ്. ഹാലലുയ. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ സ്റ്റാറ്റസുകൾ കർത്താവ് മാറ്റുന്നു. ഹാലലുയ. ചില വ്യക്തികളുടെ സ്റ്റാറ്റസുകൾ കർത്താവ് മാറ്റുന്നു. ഫൈനാൻഷ്യൽ സ്റ്റാറ്റസുകൾ മാറുന്നു. ഹാലലുയ. ഇന്നു മുതൽ നിങ്ങൾ അതിന്റെ വ്യത്യാസത്തെ നിങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് കർത്താവ് ചേഞ്ച് ചെയ്യുന്നു. ഹാലലുയ. ചില വ്യക്തികൾ, ഹാലലുയ, ഐ ക്യാൻ സീ എ ബ്രദർ, ഹാലലുയ, യുവർ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ബീങ് ചേഞ്ച്ഡ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. യു വിൽ സീ ഇറ്റ് റൈറ്റ് നൗ. ഹാലലുയ. യു വിൽ സീ ഇറ്റ്, യു വിൽ ഫീൽ ഇറ്റ്, യു വിൽ സെൻസ് ഇറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഹല്ലേലൂയ. നിങ്ങളത് തിരിച്ചറിയും. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങും. ഹാലലുയ. ലാബാബ ഷക്കാലാബല. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് മാറിയതായി നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ തിരിച്ചറിയും. ഹാലലുയ. യുവർ സ്പിരിറ്റ് വിൽ നോ. ഹാലലുയ. നമ്മളൊരു ദൈവദാസനാണെന്ന് നമ്മുടെ ആത്മാവിൽ അറിയാം. അത് ഹാലലുയ. നമ്മൾ പറയാൻ പോകുന്ന ഒരു മെസ്സേജ് പരിശുദ്ധാത്മാവിലാണോ അല്ലയോ എന്ന് നമുക്ക് ആത്മാവിൽ അറിയാം. ഹാലലുയ. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ തിരിച്ചറിവ് ലഭിക്കും. ഹാലലുയ, ഹാലലുയ. ഐ സീ റൈറ്റ് നൗ എ ബ്രദർ, യുവർ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആർ ബീങ് ചേഞ്ച്ഡ്. ഹാലലുയ, 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 ഹാലലുയ. യു ആർ ബീങ് അപ്ലിഫ്റ്റഡ് ബൈ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് നിങ്ങളുടെ സ്റ്റാറ്റസുകൾ ചേഞ്ച് ആകുന്നു പല വ്യക്തികളുടെ മേലും. ഹാലലുയ. ലോർഡ്, ഐ പ്രൈസ് ആൻഡ് താങ്ക് യു ഫോർ ദോസ് പീപ്പിൾ. ഹാലലുയ. അങ്ങയുടെ വലത് കരം നീട്ടി ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹാലലുയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്, ബ്യൂട്ടിഫുൾ ലോർഡ് ജീസസ്. ഹാലലുയ, ഹാലലുയ. ചില ബിസിനസ്സുകൾ ചെയ്യുന്നവരെ കൂടുതൽ ബിസിനസ്സുകൾ കർത്താവ് ഏൽപ്പിക്കാൻ പോകുന്നു. ഹാലലുയ. ഒരു കീ അല്ല, പല കീകൾ ഞാൻ കാണുന്നു. ഹാലലുയ. ഒരു ബഞ്ച് ഓഫ് കീസ്. ഹാലലുയ. ഒരു ഓഫീസാണെങ്കിൽ ആ ഓഫീസിനെ 2, 3, 4 കർത്താവ് വർദ്ധിപ്പിക്കുന്നു. ചില വ്യക്തികൾ ഇതിനകത്ത് കാണുന്ന ഏതോ സം ബ്രദേഴ്സ്, ഹാലലുയ, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഓരോ ഓഫീസാകാം, അല്ലെങ്കിൽ 2 ഓഫീസാകാം. ഹാലലുയ. പക്ഷെ അതിനെ കർത്താവ് 5, 10 ഓഫീസുകളാക്കി മാറ്റുന്നു. ഹാലലുയ. അതിനുള്ള അധികാരത്തെ ഇപ്പോൾ നിങ്ങൾ റിസീവ് ചെയ്യുക. യു ആർ റിസീവ് ദ കീസ് റൈറ്റ് നൗ. ഹാലലുയ. ആ ഒരു കീകളെ, അതിനുള്ള അധികാരത്തെ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളിലേക്ക് അത് ഒഴുകട്ടെ. ഹാലലുയ. അധികാര ട്രാൻസ്ഫർ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഇപ്പോൾ അത് സംഭവിക്കുന്നു. ഹാലലുയ. നിങ്ങളുടെ ബിസിനസ്സുകൾ പ്രോസ്പെർ ചെയ്യപ്പെടുന്നു. ഒരു ഓഫീസല്ല, 2 ഓഫീസല്ല, പല ഓഫീസുകൾ. ഹാലലുയ. അതിലേക്ക് നിങ്ങളെ കർത്താവ് നടത്തുന്നു. ഹാലലുയ. ഐ ക്യാൻ സീ ദാറ്റ് ഇൻ ദ റെലം ഓഫ് ദ സ്പിരിറ്റ്. ഹാലലുയ. ചില വ്യക്തികൾ, ഹാലലുയ, ആ വ്യക്തികൾ ഇപ്പോൾ അതിനുള്ള കീകൾ, താക്കോലുകൾ റിസീവ് ചെയ്യപ്പെടുന്നു. ഹാലാബാല ഷംദാലാബാല. ഹാലലുയ, ഹാലലുയ. ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് തന്നെ കാണുന്ന ഒരു സഹോദരി, ആ സഹോദരി ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, എൻ്റെ ഈ പരാധീനത എന്ന് മാറും. ഹാലലുയ. യു ആർ എ സിസ്റ്റർ, യു ആർ ഓൾവേസ് ആസ്കിങ് ഗോഡ്, എൻ്റെ ഈ ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്തുള്ള പരാധീനത എന്ന് മാറും. ഇതിനകത്തുനിന്ന് എന്ന് എനിക്കൊരു മോചനം കിട്ടും. ഹാലലുയ. യുവർ ടൈം ഹാസ് കം. ഹാലലുയ. നിങ്ങളുടെ ഡെലിവറൻസിന്റെ സമയമായിരിക്കുന്നു. ഹാലലുയ. നിങ്ങൾക്ക് ആ ഡെലിവറൻസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു. ഹാലലുയ. നാളെയല്ല, ഈ നിമിഷത്തിൽ തന്നെ സംഭവിക്കുന്നു. ഈ മിനിറ്റിൽ തന്നെ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാനത് ഡിക്രീ ചെയ്യുന്നു. ഹാലലുയ, ഹാലലുയ. ഇൻ ദ റെലം ഓഫ് ദ സ്പിരിറ്റ് I declare and I decree
ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഫോർ യു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ ഞാൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വാട്ടെവർ ഐ ബൈൻഡ് ഓൺ എർത്ത് ഇറ്റ് വിൽ ബി ബൗണ്ട് ഇൻ ഹെവൻ. വാട്ടെവർ ഐ ലൂസ് ഓൺ എർത്ത് ഇറ്റ് വിൽ ബി ലൂസ്ഡ് ഇൻ ഹെവൻ. ഹല്ലേലൂയ. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആത്മീയ മണ്ഡലത്തിൽ എന്റെ ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് ഇനി കാണാൻ പോകുന്ന വ്യക്തികൾ ഹല്ലേലൂയ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ ആത്മീയ മണ്ഡലത്തിൽ Hallelujah. I declare and decree blessings right now. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. Thank you, wonderful Lord Jesus. Beautiful Lord Jesus. Hallelujah. Hallelujah. ഹാലലുയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ശുശ്രൂഷയ്ക്കകത്ത് ഹാലലുയ നിങ്ങൾ ഈ ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്തുള്ള ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച വ്യക്തികൾ, ഹാലലുയ വളരെ ഭാരത്തോടെ അല്ലെങ്കിൽ വിശ്വാസത്തോടെ ആ ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് പ്രാർത്ഥിച്ച വ്യക്തികൾ, ഈ ദിവസങ്ങൾക്കകത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചു എങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു വിടുതൽ ഇന്നത്തെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സംഭവിച്ചു എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അതിനകത്ത് ജീവിതത്തിനകത്ത് അത് കാണുന്നുവെങ്കിൽ എൻ്റെ വാട്സാപ്പിനകത്ത് നിങ്ങളൊരു ടെസ്റ്റിമണി അയക്കാൻ മറന്നുപോലെ. ഹല്ലേലൂയ. ഞാൻ ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങളോട് പങ്കുവെക്കുന്നത് തന്നെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച വിഷയമാണ്. ഈ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ സംസാരിക്കണം, അതിനുവേണ്ടി വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ്, എന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചത് പ്രകാരമാണ് ഇന്ന് ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% ഉറപ്പാണ് പല വ്യക്തികളും ഇന്ന് യു ഹാവ് റിസീവ്ഡ് എ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്. ഈ ദിവസങ്ങളിൽ, ഈ വരുന്ന ആഴ്ചകൾക്കകത്ത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തത നിങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചില ഡോറുകൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകുന്നത് കാണും. നേരത്തെ പരിശുദ്ധാത്മാവ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് പണം തരാനുള്ളവർ നിങ്ങളെ വിളിച്ച് പണം തരുന്ന അവസ്ഥകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ടെസ്റ്റിമണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിനകത്ത് മെസ്സേജ് അയക്കാൻ മറന്നുപോലെ. യേശുവിൻ്റെ നാമം ഉയരണം, യേശുവിൻ്റെ നാമം മഹത്വപ്പെടണം. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയേണ്ട, ഫേസ്ബുക്ക് ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും പ്പെടാത്ത വ്യക്തികൾ, അവർക്ക് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ തന്നെയാണെങ്കിലും പരിശുദ്ധാത്മാവ് ചിലപ്പോൾ അവരെ തൊട്ട വ്യക്തികളാകണമെന്ന് നിർബന്ധമില്ല. അത് ചിലപ്പോൾ നമ്മുടെ ഭാര്യയാകാം, നമ്മുടെ ഭർത്താവാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താകാം, ഹല്ലേലൂയ, അല്ലെങ്കിൽ ആരുമാകാം, നമ്മുടെ മക്കളാകാം, ആരുമാകാം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് പറഞ്ഞിരുന്നു, ഇനി ലൈവ് ശുശ്രൂഷ നിങ്ങൾ കാണാൻ വരുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായി വരണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് ചില റെസിസ്റ്റൻസുകൾ വന്നെങ്കിലും നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു വ്യക്തിയെ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് ഇപ്പോൾ കൊണ്ടുവരിക. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട ഹല്ലേലൂയ ഉള്ള വ്യക്തികൾ, ഹല്ലേലൂയ ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ അശുദ്ധിയിലും തിന്മയിലും കഴിയുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും ക്രിസ്തുവിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും, ഹല്ലേലൂയ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന ദുരാത്മാക്കൾ അവരെ വിട്ടുപോകുവാനും, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർ അനുഭവിക്കുവാനും ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഒരു നിമിഷം പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ഭർത്താവാകാം, നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ മക്കളാകാം, നിങ്ങളുടെ മാതാപിതാക്കളാകാം, നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, നിങ്ങൾ സ്നേഹിക്കുന്നവരാകാം, ആരെങ്കിലും ആയിക്കോട്ടെ, ഹല്ലേലൂയ ആ വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഒന്ന് വിശ്വാസത്തോടുകൂടി, ഹൃദയഭാരത്തോടുകൂടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായി പരിശുദ്ധാത്മാവിന്റെ നിറവ് ആ വ്യക്തികളുടെ ലൈഫിനകത്ത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അന്തിക്രിസ്തുവിന്റെ ദുരാത്മാക്കൾ ആ വ്യക്തികളെ വിട്ടൊഴിഞ്ഞു പോകാൻ കൽപ്പിക്കുന്നു. മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ, മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ലഭ്യമാകാതെ ഹല്ലേലൂയ അവരെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ പാരമ്പര്യമായി കടന്നു വന്ന ഡിമോണിക് സ്പിരിറ്റുകളുടെ അഡിക്ഷൻസ്, വിക്കഡ് സ്പിരിറ്റുകൾ, ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അവയെ ശാസിക്കുന്നു, അവയെ ബന്ധിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വചനത്തെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരുടെ വ്യക്തികളിലേക്ക്, ഇവരുടെ ജീവിത പങ്കാളിയിലേക്ക്, ഇവരുടെ മാതാപിതാക്കളിലേക്ക്, ഇവരുടെ മക്കളിലേക്ക് റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഐ റിലീസ് ദാറ്റ് വേർഡ് റൈറ്റ് നൗ ഇൻ ടു യുവർ ലൈഫ് റൈറ്റ് നൗ.
യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കും. നിങ്ങളുടെ ഭർത്താവ് വീണ്ടും ജനിക്കും. നിങ്ങളുടെ ഭാര്യ വീണ്ടും ജനിക്കും. നിങ്ങളുടെ മക്കൾ വീണ്ടും ജനിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾ വീണ്ടും ജനിക്കും. രക്ഷയുടെ അനുഭവം അവർ പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവരുടെ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന അന്തിക്രിസ്തുവിന്റെ അവിശ്വാസത്തിന്റെ ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. അവയെ ബഹിഷ്കരിക്കുന്നു. വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. രക്ഷയുടെ അനുഭവത്തിലേക്ക് വ്യക്തികൾ കടന്നു വരട്ടെ. സാൽവേഷന്റെ അനുഭവത്തിലേക്ക് വ്യക്തികൾ കടന്നു വരട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വ്യക്തികളും രക്ഷ പ്രാപിക്കട്ടെ. നിങ്ങൾ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നത് മുഖാന്തരം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. നിങ്ങൾ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മുഖാന്തരം നിങ്ങളുടെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. നിങ്ങൾ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മുഖാന്തരം നിങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സുവിശേഷം ഹല്ലേലൂയ അവരുടെ ആത്മാവിലേക്ക് പ്രവേശിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹോളി സ്പിരിറ്റ്, ഐ താങ്ക് യു. ഹല്ലേലൂയ. കണ്ണുനീരോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഭാരം തരുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ഭാര്യയാകാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാര്യയാകാൻ ചിലപ്പോൾ രക്ഷിക്കപ്പെടാത്ത വ്യക്തി, നിങ്ങളുടെ ഭർത്താവാകാം രക്ഷിക്കപ്പെടാത്ത വ്യക്തി, ചിലപ്പോൾ നിങ്ങളുടെ മകനാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മകളാകാം. ഹല്ലേലൂയ. നിങ്ങളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ ഒരാളാകാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന ഒരു സുഹൃത്താകാം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഭാരത്തോടെ ഇപ്പോൾ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. യേശുവിന്റെ രക്തം ആ വ്യക്തികളുടെ മേൽ ഇപ്പോൾ തളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്റെ യേശു കർത്താവെ, ഈ നിമിഷം കർത്താവെ, അങ്ങയുടെ സുവിശേഷത്തിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ഈ മക്കൾ അനുഭവിക്കുവാൻ, ഇവർ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അനുഭവിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കൃപ ചൊരിയപ്പെടട്ടെ. ഇപ്പോൾ കൃപ ചൊരിയപ്പെടട്ടെ. ഹാലബാല ശംദാലബാല പൈശാചിക മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ റിബ്യൂക്ക് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിലുള്ള വ്യക്തികൾ വീണ്ടും ജനിക്കപ്പെടട്ടെ. രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ കരം ഇപ്പോൾ തന്നെ വ്യാപരിച്ചിറങ്ങട്ടെ. യേശുവിന്റെ കരം വ്യാപരിച്ചിറങ്ങട്ടെ. അത്ഭുതത്തിന്റെ കരം, രക്ഷയുടെ കരം വ്യാപരിച്ചിറങ്ങട്ടെ. യേശുവിന്റെ രക്തം വ്യക്തികളുടെ ആത്മാവിൽ തളിക്കപ്പെടുന്നു. യേശുവിന്റെ രക്തം തളിക്കപ്പെടുന്നു. യേശുവിന്റെ രക്തം തളിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തം തളിക്കപ്പെടട്ടെ. വ്യക്തികളുടെ മേൽ തളിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തം തളിക്കപ്പെടട്ടെ. ലാബാബ ശക്കലാബാലബാല. ഹോളി സ്പിരിറ്റ്, വി താങ്ക് യു. ഹോളി സ്പിരിറ്റ്, വി താങ്ക് യു. Holy Spirit, we thank you. Holy Spirit, we thank you. Holy Spirit, we thank you. Jesus, we praise you. Hallelujah. ഹൃദയഭാരത്തോടുകൂടി, ഹൃദയത്തിൽ ഒരു ഭാരമെടുത്ത് ആ വ്യക്തികൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടാൻ ഹല്ലേലൂയ ഇടയാകാത്തവണ്ണം ഹല്ലേലൂയ കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം തന്നെ ഹല്ലേലൂയ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും ഹല്ലേലൂയ അവരെ ആ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാനും ഹല്ലേലൂയ യേശുവിൻ്റെ നെഞ്ചോട് ചേർത്ത് അവരെ യേശു സ്വീകരിക്കുവാനും ഹല്ലേലൂയ ഒരു ഭാരത്തോടുകൂടി ഇപ്പോൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഒരു പ്രാർത്ഥനയും വേസ്റ്റ് ആവത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഹല്ലേലൂയ ഒരു പ്രാർത്ഥന പോലും വേസ്റ്റ് ആവത്തില്ല. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടത്തില്ല. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതിന്റെ റിസൾട്ട് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ചിലപ്പോൾ പിശാച് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞേക്കാം, ഓ ആ വ്യക്തിയുടെ വിധിയായിരിക്കാം അത്, ഹല്ലേലൂയ ആ വ്യക്തി ചിലപ്പോൾ രക്ഷ പ്രാപിക്കത്തില്ലായിരിക്കാം എന്നൊക്കെ പിശാച് വ്യാജം പറയാം നിങ്ങളുടെ ചിന്തയ്ക്കകത്ത്. ഹല്ലേലൂയ. ആ വ്യക്തി, കർത്താവിന്റെ വചനം പറയുന്നു, വിശ്വസിച്ചാൽ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും, നിന്റെ അപ്പൻ രക്ഷ പ്രാപിക്കും, നിന്റെ അമ്മ രക്ഷ പ്രാപിക്കും, നിന്റെ ഭാര്യ രക്ഷ പ്രാപിക്കും, നിന്റെ ഭർത്താവ് രക്ഷ പ്രാപിക്കും, നിന്റെ മക്കൾ രക്ഷ പ്രാപിക്കും. ദാറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. അതാണ് യേശുക്രിസ്തുവിന്റെ ഹിതം. അതാണ് യേശുക്രിസ്തുവിന് നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കണം, നിങ്ങളുടെ മക്കൾ രക്ഷ പ്രാപിക്കണം. പിശാച് പറയും ചിലപ്പോൾ അവൻ രക്ഷ പ്രാപിക്കത്തില്ല, അവന്റെ വിധിയായിരിക്കാം അത്, പാപത്തിന്റെ ശമ്പളമായ മരണമായിരിക്കാം അവൻ നേടുന്നത്. അതെല്ലാം വ്യാജമാണ്, നുണയാണ്. ഹല്ലേലൂയ. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മുഖാന്തരം നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കും, നിങ്ങളുടെ ഭാര്യ വീണ്ടും ജനിക്കും, നിങ്ങളുടെ ഭർത്താവ് വീണ്ടും ജനിക്കും, നിങ്ങളുടെ മക്കൾ വീണ്ടും ജനിക്കും, നിങ്ങളുടെ മാതാപിതാക്കൾ വീണ്ടും ജനിക്കും. രക്ഷയുടെ അനുഭവം കുടുംബങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ റിലീസ് ദ മെസ്സേജ് ഓഫ് ദ സാൽവേഷൻ ഇൻ യുവർ ഫാമിലീസ് റൈറ്റ് നൗ. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശത്തെ ഞാൻ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സുവിശേഷത്തെ, മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശത്തെ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. റിസീവ് ഇറ്റ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ബ്യൂട്ടിഫുൾ ലോർഡ് ജീസസ്. Holy Spirit, I thank you. Hallelujah. Let the blood of Jesus bleed right now.
യേശുവിൻ്റെ രക്തം ഇപ്പോൾ തന്നെ ഒഴുകട്ടെ, കുടുംബങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. ഇവരുടെ തലമുറകളിലേക്ക്, മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, മാതാപിതാക്കളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക് യേശുവിൻ്റെ രക്തം ഇപ്പോൾ ഒഴുകി ഇറങ്ങട്ടെ, ഒഴുകി ഇറങ്ങട്ടെ, ഒഴുകി ഇറങ്ങട്ടെ. ഓരോ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും ഹല്ലേലൂയ, ആ രക്തം ഒഴുകി ഇറങ്ങട്ടെ, ഒഴുകി ഇറങ്ങട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ഈ ഭൂമിയിൽ ഹല്ലേലൂയ, ഈ ഭൂമിയിൽ നമ്മൾ ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മളൊരു പ്രൈസ് കൊടുക്കണം, ഒരു വില കൊടുക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിയുടെ സാൽവേഷന് വേണ്ടി ഉള്ളതായിരിക്കാം നിങ്ങളുടെ ജീവിതം. ഹല്ലേലൂയ. പിശാച് ഈ ഭൂമിയിൽ നമുക്കെല്ലാം ചിലപ്പം തന്നേക്കാം, സമ്പത്ത് തന്നേക്കാം, എന്ത് പറയുന്ന പ്രശസ്തി തന്നേക്കാം, എല്ലാം. പക്ഷേ നമ്മളൊരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹീസ് വെരി വയലൻറ്റ്, ഹീസ് വെരി അപ്സെറ്റ്. ഹല്ലേലൂയ. ഒരാത്മാവിൻ്റെ രക്ഷ, പിശാച് ഒരു ത്രാസുണ്ടെങ്കിൽ പിശാചിനോട് നമ്മൾ വില പേശുവാണെങ്കിൽ അവനൊരു ത്രാസിൽ ഒരാത്മാവിനെ വെച്ചിട്ട് ഈ ലോകത്തിലുള്ള സമ്പത്തും മഹത്വവും പ്രതാപവും എല്ലാം മറ്റേ ത്രാസിൽ വെച്ചിട്ട് നമ്മളോട് പറയും, സമ്പത്തും പ്രതാപവും സമാധാനവും എല്ലാം നിനക്ക് ഞാൻ തരാം, പക്ഷേ ഈ ആത്മാവിനെ ഞാൻ വിട്ടുതരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പിശാച് എന്ത് ചെയ്യും? ഒരാത്മാവിൻ്റെ രക്ഷയാണ് പിശാച് അവന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവം. അപ്പോൾ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരാത്മാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിന് കേട്ടേ മതിയാവും. ഹല്ലേലൂയ. ഹി ഹാസ് ടു ഹിയർ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ദൈവം സൃഷ്ടിച്ചതാണ്. ഹല്ലേലൂയ. നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന ഏക കാരണത്താൽ തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. അതാണ് യേശു പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയും ബ്ലെസ്സിങ്ങുകൾ, അതല്ല, ദാറ്റ്സ് ചീപ്പ് പ്രയർ. അതൊക്കെ വളരെ ചീപ്പാണ്. ഒരു വ്യക്തിയുടെ സാൽവേഷന് വേണ്ടി, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രയർ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. നിങ്ങൾ ദൈവ പൈതലാണെന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് ഉത്തരം തന്നേ മതിയാവും. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ സമയത്ത് അത് ചെയ്യും. ഞാൻ ഒരു ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്. ഒരു വെസ്റ്റേൺ രാജ്യത്ത് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്ററിന് 2-3 മക്കളുണ്ടായിരുന്നു. അതിനകത്ത് ആ പാസ്റ്ററിൻ്റെ ഒരു മകൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു മകൻ മാത്രം വീണ്ടും ജനിച്ചിട്ടില്ല. അവൻ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. പാസ്റ്ററിൻ്റെ 3 മക്കൾ, ആ 3 മക്കൾ 2 മക്കൾ, അവർ രണ്ടുപേരും പാസ്റ്റേഴ്സാണ്. ഇത് റിയൽ ആയിട്ടുള്ള സംഭവമാണ്. ഇത് ശരിക്കും നടന്നൊരു കാര്യമാണ്, ശരിക്കും സംഭവിച്ച കാര്യമാണ്. ഒരു വിദേശ രാജ്യത്തുള്ള ഒരു പാസ്റ്റർ, ആ പാസ്റ്ററിൻ്റെ 3 മക്കൾ, അതിനകത്ത് 2 പേര് വീണ്ടും ജനിച്ചവരാണ്. അവർ യേശുവിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരുന്നു. പക്ഷെ ഒരു മകൻ, ആ മകൻ വളരെ റിബലിയസ് ആയിരുന്നു. ഹല്ലേലൂയ. അവന് അവിശ്വാസിയായിരുന്നു. മാത്രമല്ല ദൈവത്തിൽ വിശ്വാസമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ പാസ്റ്റർ ഓരോ ദിവസവും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും മകൻ്റെ സാൽവേഷന് വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെ വർഷങ്ങളോളം ആ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആ മകന് സാൽവേഷൻ സംഭവിച്ചില്ല. ആ മകൻ യേശുവിനെ അംഗീകരിച്ചില്ല. ഹല്ലേലൂയ. അപ്പം അങ്ങനെ വർഷങ്ങളോളം ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു പ്രായം എത്തിയപ്പോൾ ഒരു 65-70 വയസ്സൊക്കെ ആയ സമയത്ത് ആ പാസ്റ്ററിൻ്റെ മരണസമയമെത്തി. ആ പാസ്റ്റർ മരിക്കുന്ന കിടക്കയിൽ കിടന്നും പ്രാർത്ഥിച്ച ഏക കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഈ 3ാമത്തെ മകൻ അവൻ വീണ്ടും ജനിച്ച് ക്രിസ്തുവിനെ അറിയണമെന്നാണ്. ഹല്ലേലൂയ. പക്ഷെ മരിക്കുന്ന ആ സെക്കൻഡിൽ പോലും ഈ മകൻ എന്ത് ചെയ്തു? ഈ മകൻ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല. ഹല്ലേലൂയ. ആ പാസ്റ്റർ മരിച്ചു കഴിഞ്ഞിട്ട് ആ മരിച്ച ശവ അടക്ക സംസ്കാര ശുശ്രൂഷ ഉണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം ഒരു പാസ്റ്റർ ആയതുകൊണ്ട് പല ആൾക്കാരും, പല പാസ്റ്റേഴ്സും, ആ പ്രദേശത്തുള്ള പല പാസ്റ്റേഴ്സും ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ശവസംസ്കാര ശുശ്രൂഷയിൽ ആ പാസ്റ്റേഴ്സും മറ്റുള്ള പാസ്റ്റേഴ്സ് ഓരോരുത്തരും
സംസാരിക്കുമല്ലോ, നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ അറിയാമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് പെൻറ്റക്കോസ്റ്റൽ രീതിയിലുള്ള ശവസംസ്കാര ശുശ്രൂഷയാണെങ്കിൽ അവിടെ എന്ത് പറയുന്നത്, ശരിക്കും മെസ്സേജ് പ്രീച്ച് ചെയ്യുമല്ലോ, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രീച്ച് ചെയ്യുമല്ലോ. അങ്ങനെ ഈ പാസ്റ്ററിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ കടന്നു വന്ന ഒരു പാസ്റ്റർ ആ ശവസംസ്കാര ശുശ്രൂഷയിൽ രക്ഷയുടെ സുവിശേഷത്തെ ആ സമയത്ത് പ്രഖ്യാപിച്ചവിടെ. അല്ല, യേശുക്രിസ്തു പാപത്തെ നീക്കുന്നെന്നും യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നും കുരിശിൻ്റെ മഹത്വം എന്താണെന്നും എല്ലാം ആ സമയത്ത് പ്രഖ്യാപിച്ച സമയത്ത് ഈ രക്ഷിക്കപ്പെടാത്ത യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഈ മൂന്നാമത്തെ മകൻ ആ ശവസംസ്കാര ശുശ്രൂഷയുടെ ആ സമയത്ത് ഈ പാസ്റ്റർ പ്രസംഗിച്ച സമയത്ത് മുട്ടുകുത്തി യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ മകൻ രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, 10-30 വർഷമായിട്ട് ആ പാസ്റ്റർ പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് ഒരിക്കലും വേസ്റ്റായില്ല. ആ പാസ്റ്ററിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ അന്ന് ഹല്ലേലൂയ മറ്റൊരു പാസ്റ്റർ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ ആ സഹോദരൻ, ആ മൂന്നാമത്തെ മകൻ മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ പറഞ്ഞത്, ഒരിക്കൽ പോലും വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കണം വ്യക്തികൾക്ക് വേണ്ടി. ഹല്ലേലൂയ. യു ഹാവ് ടു പ്രേ. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എന്ത് തന്നെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പിശാചിൻ്റെ രാജ്യത്ത് നിന്ന് നമുക്കെതിരെ സംഭവിച്ചാലും ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ആ ആത്മാവിനെ പിശാചിന് കൊടുക്കത്തില്ല. പിശാചെ, നിനക്ക് ആ വ്യക്തിയെ ഞാൻ തരത്തില്ല. എൻ്റെ ഭാര്യയെ നിനക്ക് ഞാൻ തരത്തില്ലടാ പിശാചെ. എൻ്റെ ഭർത്താവിനെ നിനക്ക് ഞാൻ തരത്തില്ല പിശാചെ. ഹല്ലേലൂയ. ആ തൻ്റെ അടുത്തോടെ അധികാരത്തോടുകൂടി എൻ്റെ മക്കളെ നിനക്ക് വിട്ടുതരത്തില്ല. ഹല്ലേലൂയ. എൻ്റെ മകളെ നിനക്ക് വിട്ടുതരത്തില്ല. എൻ്റെ ഭാര്യയെ നിനക്ക് വിട്ടുതരത്തില്ല. എൻ്റെ ഭർത്താവിനെ നിനക്ക് വിട്ടുതരത്തില്ല. എൻ്റെ മാതാപിതാക്കളെ നിനക്ക് വിട്ടുതരത്തില്ല. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ മേലുള്ള കെട്ടുകൾ, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകും. ഹല്ലേലൂയ. പ്രകാശത്തിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ നിറയും. ഹല്ലേലൂയ. നിങ്ങൾ കുടുംബത്തോടെ സന്തോഷമായി ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ചേർന്ന് യേശു നല്ലവൻ, ഹല്ലേലൂയ, യേശു നല്ലവൻ, ഹീസ് എ ഗുഡ് ഗോഡ്, ഹീസ് എ വണ്ടർഫുൾ ഗോഡ് എന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടി ഹല്ലേലൂയ നിങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ രക്ഷയുടെ സുവിശേഷത്തെ ഹല്ലേലൂയ ലോകം മുഴുവൻ കാണുവാൻ ഇടയാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തന്നൊരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് എന്നെ റെഗുലറായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ വ്യക്തികളും, നിങ്ങളുടെ കുടുംബങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് ഇന്നോട്ട് നമ്മൾ കഴിഞ്ഞ ലൈവ് ശുശ്രൂഷയോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ലൈവ് ശുശ്രൂഷയിലും ഇനി മുതൽ നമ്മുടെ കുടുംബത്തിലുള്ള വീണ്ടും ജനിക്കാത്ത വ്യക്തികൾ, അവർക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കാനുള്ള ഹൃദയത്തോടുകൂടി നിങ്ങൾ കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ദയവ് ചെയ്ത് ചിലപ്പോൾ ഇന്ത്യൻ സമയം 1 മണിക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ള പലർക്കും ഇത് വാച്ച് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകാം. അവർ ജോലിയിലൊക്കെ ആയിരിക്കാം. പക്ഷേ അവർ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രദറെ രാത്രിയിൽ വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഈ ശുശ്രൂഷ കണ്ടിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മിനിസ്ട്രി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് മറ്റൊരു വ്യക്തിക്കും കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടി ഈ ശുശ്രൂഷ നിങ്ങൾ ലീവ് ചെയ്യുന്നതിന് മുമ്പ് ശുശ്രൂഷ ഷെയർ ചെയ്തിട്ടേ നിങ്ങൾ ലീവ് ചെയ്യാവൂ. നിങ്ങളുടെ ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക. ആരെങ്കിലും ഈ ശുശ്രൂഷ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് ഹോളി സ്പിരിറ്റ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ അതിനകത്ത് സന്തോഷമല്ലേ പ്രാപിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും. ദയവേദി ശുശ്രൂഷ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ടൈം ലൈനിൽ ഷെയർ ചെയ്യണം. വാച്ച് പാർട്ടി പോലുള്ള സംഭവങ്ങളിലോട്ട് നിങ്ങൾ അത് ചെയ്യണം. അപ്പോൾ മറ്റുള്ള വ്യക്തികൾ ഇത് കാണാനും പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കാനും ഇടയാവുമല്ലോ. നമുക്ക് നന്ദി പറയാം യേശുവിനെ. സ്വർഗീയ പിതാവേ, ഈ തന്ന മണിക്കൂറിനായിട്ട് നന്ദി പറയുന്നു. ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് അങ്ങ് കൊണ്ടുവന്ന എല്ലാ മക്കൾക്കായിട്ട് നന്ദി പറയുന്നു. അവരെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കി, പിശാചുക്കളെ അങ്ങ് ബഹിഷ്കരിച്ചു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമെന്ന് ഈ മക്കളിൽ അങ്ങ് തെളിയിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇവരുടെ കുടുംബങ്ങളിലുള്ള വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അനുഗ്രഹത്തെ ഞാൻ നിക്ഷേപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു. എല്ലാത്തിലും നിങ്ങൾ അനുഗ്രഹം തന്നെ പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ മറന്നുപോലെ, ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു മജീഷ്യനൊന്നുമല്ല. ഹല്ലേലൂയ. ഐ എം എ സിമ്പിൾ മാൻ. നിങ്ങളെപ്പോലെ തന്നെ ഒരു വളരെ സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ മറന്നുപോകല്ലേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രത്യേക കാര്യം,
ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമേ. നിങ്ങൾ എൻ്റെ വാട്സാപ്പിനകത്ത് നിങ്ങൾ പ്രെയർ റിക്വസ്റ്റുകൾ അയക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. അനേകം ആൾക്കാർ പ്രെയർ റിക്വസ്റ്റുകൾ അയക്കും. ചില പ്രെയർ റിക്വസ്റ്റുകൾ ഞാൻ കാണുമ്പോൾ എൻ്റെ വ്യക്തിപരമായി ഉള്ള പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ഹെൻറി ബ്രദറിന് വേണ്ടി ഞാൻ വളരെ ശക്തമായിട്ട് ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥന റിക്വസ്റ്റുകൾ ചിലപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മറുപടി തരണം എന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ. അത് എൻ്റെ സമയത്തിലും എൻ്റെ ടൈം ഷെഡ്യൂളിനനുസരിച്ച് ഞാനത് കാണാറുണ്ട്, അത് വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. എൻ്റെ സമയ ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമാണ് ഞാൻ അതിനകത്ത് നിങ്ങൾക്കൊരു മറുപടി തരുന്നത്. അപ്പം അതിനൊരു മറുപടി നിങ്ങൾ ഡിലേ ആകുമ്പോൾ ദയവിത് എന്നോട് പരിഭവം തോന്നല്ലേ. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഹല്ലേലൂയ, ആ വ്യക്തി എനിക്ക് 2 ദിവസം മുമ്പ് മെസ്സേജ് അയച്ചു. കഴിഞ്ഞ മൺഡേയിൽ എനിക്ക് മെസ്സേജ് അയച്ചു. ആ വ്യക്തിയുടെ ഒരു ബ്രദർ കൊളംബോയിൽ കുരുങ്ങിക്കിടക്കുകയാണ്, അദ്ദേഹത്തിനൊരു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അപ്പം എനിക്ക് ആ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു, പക്ഷേ എനിക്ക് ആ മെസ്സേജിന് മറുപടി അയക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആ വ്യക്തി ഇന്ന് എനിക്കൊന്നൊരു സഹോദരിയാണെന്ന് തോന്നുന്നു, സഹോദരിയുടെ ബ്രദറാണെന്ന് തോന്നുന്നു. വളരെ ഈ കൊളംബോയിൽ പുള്ളിക്കാരൻ ജോലിക്ക് പോയതാണ്, പക്ഷെ അവിടെ കുടുങ്ങിപ്പോയി, അവിടെ നിന്ന് പുറത്ത് വരാൻ പറ്റുന്നില്ല. അപ്പം വളരെ വിഷമത്തോടുകൂടി എനിക്കൊരു മെസ്സേജ് കഴിഞ്ഞ തിങ്കളാഴ്ച അയച്ചു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് പുള്ളിക്കാരത്തേക്ക് ഒരു മറുപടി അയക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നലെ എന്ത് ചെയ്തു, ഇന്ന് രാവിലെ പുള്ളിക്കാരത്തി വളരെ ഒരു മോശമായിട്ടുള്ള ഒരു മറുപടി, നിങ്ങളൊരു ഹിപ്പോക്രറ്റാണ്, നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചിട്ട് അതിന് മറുപടി പോലും തന്നില്ല, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എനിക്കൊരു മെസ്സേജ് അയക്കാനിടയായി. എനിക്ക് പരിഭവമൊന്നുമില്ല, ഞാനത് മനസ്സിലാക്കുന്നു. കാരണം ആ സഹോദരിയുടെ സഹോദരൻ ബ്രദർ കൊളംബോയിൽ കുരുങ്ങിക്കിടക്കുന്നു. അപ്പോൾ സഹോദരി എന്ന രീതിയിൽ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാകാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരു ഫുൾ ടൈം 100% ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള എൻ്റെ ജോലികളുണ്ട്. അല്ല, ഞാനൊരു IT പ്രൊജക്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്കൊരു ഇവിടെ ഒരു IT ബിസിനസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്ട് വർക്കുകളുണ്ട് എനിക്ക്. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രൊജക്ട് വർക്കുകളും എല്ലാം എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ. ഹല്ലേലൂയ. അത് അങ്ങനെയല്ലേ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഞാൻ എന്നെ പുതിയതായിട്ട് കേൾക്കുന്നത് കൊണ്ട് പറയുകയാണ്, ഞാൻ ഒരു IT പ്രൊജക്ട് മാനേജറാണ് ശരിക്കും. അപ്പം IT സംബന്ധമായിട്ടുള്ള ഒരു ബിസിനസ് ഞാനിവിടെ റൺ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട പല പ്രൊജക്റ്റുകൾ ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നതിനിടയ്ക്കാണ് ശരിക്കും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് ഞാൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ഞാൻ ശരിക്കും വേറെ ഒന്നും ചെയ്യാറില്ല. രാവിലെ തൊട്ട് നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ്, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കും. അങ്ങനെയാണ് ഞാൻ ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വന്ന് ഈ മെസ്സേജ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ പറ്റുമോ പ്രിയപ്പെട്ട ദൈവമക്കളെ? ആർക്കും പറ്റത്തില്ല. അതിനൊരു പ്രിപ്പറേഷൻ വേണം. രാവിലെ തൊട്ടേ ഇരുന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, എന്താണ് ഈ മക്കൾക്ക് ഇന്ന് കൊടുക്കേണ്ട മെസ്സേജ്, എന്ത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരെയാണ് ഇന്ന് തൊടാൻ പോകുന്നത്. ഇത് യേശുവിൻ്റെ ശുശ്രൂഷയല്ലേ, ഇത് എൻ്റെ ശുശ്രൂഷയല്ലല്ലോ. അപ്പോൾ യേശു പറയുന്ന കാര്യമല്ലേ ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തി ഇരുന്നാണ് ശരിക്കും ഈ മണിക്കൂറുകളിൽ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വരുന്നത്. ബാക്കിയുള്ള പല ദിവസങ്ങളിലാണ് പല വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. ഞാനൊരു വലിയ എസ്റ്റാബ്ലിഷ്ഡ് മിനിസ്ട്രി പോലുള്ള ഒരു സംഭവമല്ല. കേരളത്തിലൊക്കെ ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഹെവൻലി ഫീസ്റ്റ് പോലുള്ള മിനിസ്ട്രികളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്ന ടിനു ജോർജ്, അങ്ങനെയുള്ള ഒത്തിരി മിനിസ്ട്രികളുണ്ട്. അവരൊക്കെ ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡ് മിനിസ്റ്റേഴ്സാണ്. ഞാൻ എൻ്റെ 2 കൈയും 2 കാലും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് കഴിഞ്ഞ മാസങ്ങൾക്കകത്ത് വളരെ എന്താ പറയുക, എന്നെ എപ്പോഴും കാണുന്ന പലരുണ്ട്. അജിത് ബ്രദർ, ലിസി സിസ്റ്റർ, ശൈലജ സിസ്റ്റർ, അവരൊക്കെ ശരിക്കും ഇതിനകത്ത് ഇടുന്ന പല പ്രെയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലികളുണ്ട്, അതിൻ്റെ കൂടെയാണ് ഈ മിനിസ്ട്രി ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു റിക്വസ്റ്റ് അയക്കുമ്പോൾ മറുപടിയായിട്ട് ചിലപ്പോൾ എനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നിങ്ങളത് മനസ്സിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത സമയത്ത് തന്നെ ഈ ജോലിയെല്ലാം മാറ്റിവെച്ച് ഫുൾ ടൈമായിട്ട് കർത്താവിൻ്റെ മക്കളെ ശുശ്രൂഷിക്കാൻ കർത്താവ് ഇടയാക്കുമല്ലോ ഞാൻ വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കർത്താവ് എനിക്ക് വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനൊരു സമയം വരുമ്പോൾ എനിക്ക് ഉറപ്പാണ് കർത്താവ് പലരിലൂടെയും നിങ്ങളെ ശുശ്രൂഷിക്കാനും ഒത്തിരി വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം കൃപ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എന്നോട് പരിഭവപ്പെടല്ലേ, എന്നോട് ദേഷ്യപ്പെടല്ലേ. ഒരു സഹോദരി ഇന്ന് വളരെ ദേഷ്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ സഹോദരിയുടെ ബ്രദറിന് വേണ്ടി ഒരു റിക്വസ്റ്റ് കഴിഞ്ഞ തിങ്കളാഴ്ച അയച്ചു. ഞാൻ അതിനുവേണ്ടി മറുപടി അയച്ചില്ലെന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ട് ഒരു മെസ്സേജ് അയച്ചു. സാധാരണ രീതിയിൽ ആദ്യം കാണുവാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി ആ സഹോദരിയുടെ സഹോദരൻ കഷ്ടപ്പെടുന്ന കടന്നു പോകുന്ന ബുദ്ധിമുട്ട് കൊണ്ട് അയച്ചതാണ്, വിഷമം കൊണ്ട് അയച്ചതാണ്. എനിക്ക് യാതൊരു പരിഭവവും ഇല്ല. ആ വ്യക്തി എന്നെ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒരു പരിഭവമില്ല. ഐ വിൽ പ്രേ ഫോർ യു. ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു.
ദയവ് ചെയ്ത് എന്നെയും കൂടെ മനസ്സിലാക്കണം. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു മാജിക് കാണിക്കുന്ന വ്യക്തിയൊന്നുമല്ല. നിങ്ങളെപ്പോലെ തന്നെ വളരെ സാധാരണയിലുള്ള ഒരു വ്യക്തി മാത്രമാണ്. ഐ ഓൾസോ നീഡ് പ്രയർ. എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോലെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് വീണ്ടും കാണാം യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം 1 മണിക്ക്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു.